പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ദേശീയ പാരമ്പര്യമുള്ള വലിയ കവികളിലൊരാളായിരുന്നു എടശ്ശേരി ഗോവിന്ദൻ നായർ. എടശ്ശേരി ഒരു കവിത എഴുതി. അതിൻ്റെ പേര് കുടിയിറക്കം. വൈലോപ്പിള്ളി കുടിയൊഴിക്കൽ എഴുതിയിട്ടുണ്ട്. കുടിയിറക്കം. അതിൽ എടശ്ശേരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ. പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി. അതുകൊണ്ടെന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരയ്ക്കർത്ഥമുണ്ടോ? നമ്മുടെ വലിയ ദേശീയ കവികളിലൊരാളായിരുന്നു. അതുകൊണ്ടെന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരയ്ക്കർത്ഥമുണ്ടോ? അട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യന്റെ രാഷ്ട്രം ഏതാണ്? ഏത് ദേശക്കാരനാണ്? കവിത അവസാനിക്കുന്നത് എവിടവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയൊരു രാഷ്ട്രത്തിന് അതിർവരകൾ എന്നാണ്. ഈ രാജ്യമല്ല, പുറത്താക്കപ്പെട്ടവൻ്റെ ഒരു രാജ്യം, പുറത്താക്കപ്പെട്ടവരുടെ രാജ്യം. മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ അട്ടിയോടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരുടെ ഒരു രാജ്യം വരാനിരിക്കുന്നു. അവിടെയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ദേശം ഇനി പറക്കാനിരിക്കുക എന്നാണ് ഗാന്ധിയനായിരുന്ന, ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ വലിയ പ്രതിനിധിയായിരുന്ന, ദേശീയവാദിയായിരുന്ന ഒരു കവി എഴുതിയത്. ഞാനിത് പറയാൻ കാരണം ദേശീയത എന്നാൽ എന്താണ് എന്നതിന് ഒരു കാലം നൽകിയ വലിയ ഉത്തരങ്ങളിലൊന്നിൻ്റെ പേരാണ് എടശ്ശേരിയുടെ ഈ കവിത കുടിയിറക്കം. ധാരാളം പേർ അങ്ങനെ എഴുതിയിരുന്നു. NV കൃഷ്ണവാര്യർ, അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ഒളിവ് ജീവിതം നയിച്ചു, കേരളത്തിലെ പലയിടങ്ങളിലും ഒളിവിൽ പാർത്തു. ആഗസ്റ്റ് വിപ്ലവത്തിന്റെ കാലത്ത് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടു. തോളിലെ സഞ്ചിയിൽ തൂക്കിയ കല്ലച്ചുമായിട്ട് കാടുകളിലും മറ്റും ഒളിവിലിരുന്നു. ഒളിത്താവളങ്ങളിലിരുന്ന് സ്വതന്ത്ര ഭാരതം എന്ന പത്രം അച്ചടിച്ചു വിറ്റു. NV പിന്നീട് ഒരു കവിത എഴുതി. ആ കവിതയിൽ NV പറഞ്ഞത്, എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താവുന്നു, ആർക്കടി കൊണ്ടാലും എനിക്ക് വേദനിക്കുന്നു, ആരെതിർത്തു നിൽക്കുമ്പോഴും ഞാൻ ഉണർന്നിരിക്കുന്നു, ഉണരാൻ അക്രമനീതിക്കെതിരെ പൊരുതാൻ ഒരുവൻ ഉയർക്കുമ്പോൾ അപരാജിതമാണ് എന്നുടെ ജന്മം, സാർത്ഥകമാണ് അവനാകുന്നു ഞാൻ. ഞാൻ ആരാണ്? എവിടെയും ഞാനുണ്ട്. ആ കവിത അവസാനിക്കുന്നത്, ഇന്ന് ആഫ്രിക്ക ഇതൻ നാട്, അവളുടെ ദുഃഖത്താലേ കരയുന്നു ഞാൻ. ആഫ്രിക്ക എൻ്റെ രാജ്യമായിരിക്കുന്നു, അവളെ ചൊല്ലി ഞാൻ കരയുന്നു. ഏതാണ് എൻ്റെ രാജ്യം? ഇത് ദേശീയത എന്ന സങ്കല്പത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ചോദ്യങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ എന്തിനെ ഈ രാജ്യമായി കാണുന്നു? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യ ഗവൺമെന്റിനെതിരെ ആദ്യമായി നിരാഹാരം കിടക്കാൻ തീരുമാനിച്ച ആളുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. നാം ഇന്ന് ഓർക്കാറില്ല അത്. വിഭജനത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്ന പണം കൊടുക്കാൻ മടിച്ചപ്പോൾ ആ പണം പാകിസ്ഥാന് കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഗാന്ധിജി നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചു. ആ ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഏതാണ് രാജ്യം? എന്തിനെയാണ് ദേശീയതയായി നാം കാണേണ്ടത്? ഇത് ചരിത്രത്തിലെ വലിയൊരു ചോദ്യമാണ്. കാരണം ദേശീയത എന്നത് വാസ്തവത്തിൽ ദേശത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഉള്ളടക്കമല്ല. ഒരു ദേശത്തിനും ദേശീയമായ ഉള്ളടക്കമൊന്നുമില്ല. ദേശത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴോ കൈവരുന്ന സവിശേഷമായ ഒരു ക്രമീകരണത്തെയാണ്, ഒരവബോധത്തെയാണ് നാം ദേശീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് വരയ്ക്കപ്പെട്ട അതിർത്തിക്കുള്ളിലല്ല ഈ രാജ്യം നിലനിൽക്കുന്നത്. ഇന്ന് വരയ്ക്കപ്പെട്ട അതിർത്തി രാജ്യത്തിൻ്റെ ദീർഘമായ ചരിത്രത്തിലെ അവസാനത്തെ ഒരു നിമിഷം, അതിനപ്പുറമൊന്നുമില്ല. 70 കൊല്ലത്തിന് മുമ്പ് വരയ്ക്കപ്പെട്ട ഒരു വരയ്ക്ക് 5000 കൊല്ലം മുമ്പ് ആരംഭിക്കുന്ന ജീവിതക്രമത്തിന്റെ ചരിത്രത്തിൽ അവസാനത്തെ ഒരു ബിന്ദുവിന്റെ പദവിയേ ഉള്ളൂ. നോക്കൂ, നമ്മുടെ ദേശീയ ഗാനത്തിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. ഈ സിന്ധ് ഇന്ന് ഇന്ത്യയിലില്ല.
പക്ഷേ ദേശീയ ഗാനത്തിലുണ്ട്. ഇന്ത്യൻ സംസ്കൃതിയുടെ ആധാരം എന്ന് വിളിക്കുന്ന മൊഹൻജദാരോ, ഹരപ്പ ഇന്ത്യയിലില്ല. മഹാഭാരതത്തിലെ മഹാകഥാപാത്രം ഗാന്ധാരി പുറപ്പെട്ടത് ഖണ്ഡഹാറിൽ നിന്നാണ്, ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ്. ഏത് രാജ്യമാണ് നമ്മുടെ? അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ മഹാചരിത്രത്തിന്റെ അവസാനത്തെ ബിന്ദുവിനെ എടുത്തിട്ട് ഇതാണ് രാജ്യത്തിന്റെ പരമമായ ചരിത്രം എന്ന് പറയുന്നത്, ഇതാണ് രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ജനതയുടെ ശാശ്വത രൂപം എന്ന് പറയുന്നത് ചരിത്രവിരുദ്ധമാണ്. അതിർത്തികൾ മാഞ്ഞും അതിർത്തികൾ മുറിഞ്ഞും അതിർത്തികൾക്ക് കുറുകെ സഞ്ചരിച്ചും മനുഷ്യവംശം മുന്നേറിക്കൊണ്ടിരിക്കും. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കും എന്നതുകൊണ്ടാണ് ദേശീയത ഒരു വലിയ ആശയമല്ലെന്നും ഒരുപക്ഷെ അത് അപകടകാരിയായ ഒരാശയമാണ് എന്നും പലരും അക്കാലത്തെ കരുതിയിരുന്നത്. ഇപ്പം ടാഗോർ ഇന്ത്യയിൽ ജീവിച്ച് ദേശീയതയ്ക്കെതിരെ ഗാന്ധിജിയോട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ടാഗോറിൻ്റെ ഒരു വാക്യം ഇന്ന് ടാഗോർ പറഞ്ഞതായതുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ഞാനിത് ടാഗോർ പറഞ്ഞതാണെന്ന് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യദ്രോഹ കേസ് എനിക്ക് വരാതിരിക്കാനാ. ആദ്യം ടാഗോറിനെ അറസ്റ്റ് ചെയ്യണം. ടാഗോർ പറഞ്ഞു, നാഷണലിസം ഈസ് എ മെനസ്. ഇതൊരു നാശമാണ്, ശല്യകാരിയായ ഒന്നാണ്. ഇറ്റ് ഈസ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് ലൈസ് അണ്ടർ ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിവേര് ഈ ആശയമാണ്. ഒരുപക്ഷെ നമ്മുടെ കാലത്തിന് വേണ്ടി എഴുതിയതാണ്. മുമ്പേ എഴുതി. കവി ക്രാന്തദർശിയാണെന്നാണല്ലോ. 100 കൊല്ലം കഴിയുമ്പോൾ ഈ രാജ്യം ഈ പരുവത്തിലായി പോവും എന്ന് 1917-18 കാലത്ത് ഓൺ നാഷണലിസം എന്ന ലേഖനം എഴുതുന്ന കാലത്ത് ടാഗോറിന് തോന്നിയിരുന്നു. ദേശീയത അദ്ദേഹം നിശിതമായി വിമർശിച്ചു, ഗാന്ധിജിയോട് ഏറ്റുമുട്ടി. അദ്ദേഹം പറഞ്ഞു, പാട്രിയോട്ടിസം ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽട്ടർ. രാജ്യസ്നേഹം എൻ്റെ ആത്മീയ അഭയമല്ല. മൈ റെഫ്യൂജ് ഈസ് ഹ്യൂമാനിറ്റി. എൻ്റെ അഭയം മനുഷ്യവംശം. ഐ വിൽ നോട്ട് അലൗ പാട്രിയോട്ടിസം ടു ട്രയംഫ് ഓവർ ഹ്യൂമാനിറ്റി ആസ് ലോങ് ആസ് ഐ ലീവ്. ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യവംശത്തിന് മുകളിൽ ഉയർന്നു നിൽക്കാൻ രാജ്യസ്നേഹത്തെ ഞാൻ അനുവദിക്കില്ല എന്നെഴുതി. ഇതൊരാളല്ല കേട്ടോ, ഒരുപാട് പേർ, ആ കാലത്തെ മഹാമനീഷികളായ ധാരാളം പേർ ഈ ദേശീയതയുടെ രാജ്യസ്നേഹത്തിന്റെ അതിർത്തികൾക്കൊക്കെ അപ്പുറം ഉയർന്നു പൊങ്ങേണ്ട മനുഷ്യവംശത്തിന്റെ മഹത്തായ ഒരു ഏകലോകത്തെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടിരുന്നു. രാജ്യത്തിന്റെ അതിർത്തികളല്ല. ഗീതാഞ്ജലിയിലെ വലിയ പ്രാർത്ഥനയിൽ അതുണ്ട്. വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്, ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എവേക്ക് എന്നാണ്. എവിടെയാണോ ലോകം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെട്ടിട്ടില്ലാത്തത്, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവേ എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തണമേ. എൻ്റെ രാജ്യം ലോകം കീഴടക്കണം എന്നല്ല, എൻ്റെ രാജ്യം കൊണ്ട് ലോകം നിറയണം എന്നല്ല, എൻ്റെ രാജ്യവും ഉയർന്നു ചെല്ലേണ്ടുന്ന മറ്റൊരു ലോകം, അതിരുകളില്ലാത്ത വെട്ടിമുറിക്കപ്പെടാത്ത ഒരു ലോകം, മനുഷ്യവംശം അന്തിമമായി അവിടെ ചേരണം. ടാഗോർ അങ്ങനെ കരുതിയിരുന്നു. അദ്ദേഹം വിശ്വഭാരതി സർവകലാശാല ഉണ്ടാക്കി. ആ സർവകലാശാലയുടെ പേര് ശ്രദ്ധിക്കേണ്ടതാണ്, വിശ്വഭാരതി എന്നാണ്. അത്രയുണ്ട്, ചെറുതല്ല. ആ സർവകലാശാലയുടെ ലക്ഷ്യവാചകമായി യജുർവേദത്തിൽ ഒരു മന്ത്രഖണ്ഡം സ്വീകരിച്ചു, എത്ര വിശ്വം ഭവത്യേകനീടം. ഈ ലോകം ഒരു പക്ഷിക്കൂടാവട്ടെ എന്നാണ്. ഈ ലോകം ഒരു കിളിക്കൂട് പോലെ സ്നേഹപൂർണമായി, വാത്സല്യമസൃണമായി, കാരുണ്യനിർഭരമായി തീരുന്നതിനുള്ള പ്രേരണാശക്തിയാകുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥപൂർണമായി തീരുക എന്നാണ് ടാഗോർ കരുതിയിരുന്നത്. അറിവ് എവിടെ എത്തും? അറിവ് എവിടെ എത്തിക്കണം? ഏകനീടം എന്ന്. ഞാനിത് പറയാൻ കാരണം, ടാഗോറിനെ പോലെ ധാരാളം പേർ, ഐൻസ്റ്റൈനെ പോലെ, ഐൻസ്റ്റൈൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഐ ആം എഗെയിൻസ്റ്റ് എനി നാഷണലിസം ഈവൺ ഇൻ ദ ഗേസ് ഓഫ് മിയർ പാട്രിയോട്ടിസം. ഏത് തരത്തിലുള്ള ദേശീയതയ്ക്കും ഞാനെതിരാണ്. കേവലമായ രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ അവതരിക്കുന്ന ദേശീയതയ്ക്ക് പോലും ഞാനെതിരാണ്. ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായപ്പോൾ ആദ്യത്തെ രാജ്യത്തിൻ്റെ തലവനാകാൻ ക്ഷണിക്കപ്പെട്ട ആളായിരുന്നു ഐൻസ്റ്റൈൻ. അദ്ദേഹം പക്ഷേ ആ പദവി സ്വീകരിക്കേണ്ടായില്ല. മനുഷ്യവംശം അതിൽ കുറഞ്ഞൊന്നും തനിക്ക് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഒരുപാട് പേർ, ധാരാളം മനുഷ്യർ ഈ അതിരുകളില്ലാത്തൊരു ലോകം രൂപപ്പെടണമെന്നും ദേശീയത അതിൻ്റെ ഉള്ളിൽ ഒരു തടസ്സമായി മാറരുത് എന്നും കരുതിയിരുന്നു. അതുകൊണ്ട് ദേശീയത എന്നത് നാം ഇന്ന് സാധാരണയായി കേൾക്കുന്നത് പോലെ വിമർശിക്കപ്പെട്ടുകൂടാത്തൊരാശയമാണ് എന്ന് ആരും കരുതിയിട്ടില്ല. അതിൻ്റെ ഉത്ഭവകാലം മുതൽ അക്കാലത്തെ വലിയ മനുഷ്യർ, ജോർജ് ബെർണാഡ് ഷായെ പോലെ, ടാഗോറിനെ പോലെ, ഐൻസ്റ്റൈനെ പോലെ,
ചാപ്ലിനെ പോലെ ഒക്കെയുള്ള വലിയ മനുഷ്യർ, ആ മനുഷ്യർ ഈ ആശയത്തിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇത് നിങ്ങളെ പിളർത്തുന്നു, ഇത് ഒടുവിൽ രൂപപ്പെട്ട ഒരു അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവുമായി മനുഷ്യവംശത്തെ പിളർത്തി മനുഷ്യവംശത്തിൻ്റെ സഹസ്രാബ്ദങ്ങളുടെ സാഹോദര്യങ്ങൾക്ക് കുറുകെ നീങ്ങുന്നു. അതുകൊണ്ട് ദേശീയതയല്ല അന്തിമ ലക്ഷ്യം, ദേശീയത ഇടത്താവളം, അന്തിമ ലക്ഷ്യം ടാഗോർ പറഞ്ഞതുപോലെ ഏകനീടം, എത്ര വിശ്വംഭവത്തി ഏകനീടം, ഒരു പക്ഷിക്കൂടായിത്തീരുന്ന ലോകം എന്നൊരാശയം. ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ ദേശീയത എന്നത് പതിയെ പതിയെ തീപിടിച്ചു വരികയും ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വരികയും ഒരുപക്ഷെ ദേശീയത സാമ്രാജ്യത്വത്തിനെതിരായ സമരമുഖത്തിലെ സുപ്രധാനമായ ആശയങ്ങളിലൊന്നായി മാറുകയും ചെയ്ത അതേ സമയത്ത് തന്നെ ദേശീയത എന്ന ആശയം വിമർശിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. ആ വിമർശനങ്ങൾ ഉന്നയിച്ചത് ആ കാലത്തുള്ള ഏറ്റവും വലിയ മനുഷ്യരായിരുന്നു എന്ന കാര്യവും നാം ഇന്ന് ഓർക്കേണ്ടതാണ്. കാരണം ദേശീയതക്കെതിരെ സംസാരിക്കുന്നത് രാജ്യദ്രോഹമാണ് എന്ന് വിധി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു കാലത്ത് ഈ വലിയ ഓർമ്മകൾക്ക് വലിയ അർത്ഥമുണ്ട്. കേരളത്തിലും ദേശീയതയെ നോക്കിക്കണ്ട ആളുകളുണ്ടായിരുന്നു. കേരളം അക്കാലത്ത് കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്ന കേസരി ബാലകൃഷ്ണപിള്ള. അദ്ദേഹം പറവൂര് പട്ടിണി കിടക്കുകയായിരുന്നു. അങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് അദ്ദേഹം ദേശീയതയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു വാക്യം ഇതാണ്: ദേശീയമായ മിഥ്യാഭിമാനത്തിൻ്റെ തകരച്ചെണ്ടകൾ ഉയർന്നു കേൾക്കാത്ത ഒരു കാലത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ചരിത്രാന്വേഷണങ്ങളിൽ മുഴുകിയിരിക്കുന്നത്. മനുഷ്യവംശം അന്തിമമായ അതിൻ്റെ സാഹോദര്യത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് കേസരി കരുതി. അന്തിമമായ അതിൻ്റെ സാഹോദര്യത്തിലേക്ക്, അതിനിടയിൽ വന്നുപെട്ട ഈ അതിർത്തികളെയൊക്കെ ഭേദിച്ച് ആദിമമായ സാഹോദര്യത്തിൻ്റെ ഓർമ്മയിൽ അന്തിമമായ സാഹോദര്യത്തിലേക്ക് അത് എത്തിച്ചേരണം. വൈലോപ്പിള്ളി ഓണപ്പാട്ടുകാരിൽ പറയും, പഴയ കാലങ്ങൾ വിട്ട് പഴയ ഏതോ ഓണത്തിൻ്റെ സങ്കല്പങ്ങളിൽ നിന്ന് പുറപ്പെട്ട് പുതിയ ഒരു ഓണത്തിലേക്ക് വരാനിരിക്കുന്ന ഓണത്തിലേക്ക് പറന്നെടുക്കുന്ന പക്ഷികളെ പോലെ. അങ്ങനെയാണ് വൈലോപ്പിള്ളിയുടെ കാവ്യകൽപ്പന, അങ്ങനെയാണ്. പഴയ ഓണത്തിൽ നിന്ന് ഇനി പറക്കാനിരിക്കുന്ന ഓണത്തിലേക്ക് അങ്ങനെ പറക്കുന്ന പക്ഷികളെ പോലെ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നഷ്ടവസന്ത സ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇളവറ്റു പറക്കും പക്ഷികൾ പോൽ, ഇരുസന്ധ്യ തൊടുക്കും താരകൾ പോലെ, പോയതിൽ നിന്നിനി എന്നോ വിരിയുന്നായതിലേക്ക് കുതിക്കുകയാണ് ആയത വിശ്വാസത്തോട് ഞങ്ങളുടെ ഭാസുര ചിന്താ സങ്കല്പങ്ങൾ. വരാനിരിക്കുന്ന ഒരു ഏകലോകം, വന്നുപോയ മറവിയിലാണ്ടുപോയ ഏകലോകം, അതായിരുന്നു കേസരിയുടെ സ്വപ്നം. അതുകൊണ്ട് ദേശീയമായ അടയാളങ്ങൾ പേറുന്നതിനെയൊക്കെ കേസരി സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. വള്ളത്തോള് ഖദർ ധരിച്ച് കലാമണ്ഡലത്തിൻ്റെ പിരിവിനിറങ്ങിയപ്പോൾ കേസരി മുഖപ്രസംഗം എഴുതി, കലാമണ്ഡലത്തിന് പിരിവ് നടത്തുന്നത് നല്ലതാണ്, കലാമണ്ഡലം ഉണ്ടാക്കുന്നത് നല്ലതാണ്, പക്ഷേ ഖദർ ധരിച്ച് കലാമണ്ഡലത്തിൻ്റെ പിരിവിനിറങ്ങരുത്. കാരണം കലകൾക്ക് ദേശീയ മുദ്രകളില്ല. ചെറിയ കാര്യമല്ല, കലകൾക്ക് ദേശീയ അതിർത്തികളില്ല. വള്ളത്തോള് കവിതയിൽ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് എഴുതിയ സമയത്ത് കേസരി ചോദിച്ച ഒരു കാര്യം, അപ്പൊ തൃശ്ശൂർ എന്ന് കേട്ടാൽ എന്ത് ചെയ്യും എന്നതായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേസരി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണോ അതോ ഇവിടെ നിന്ന് അങ്ങോട്ടാണോ? നിങ്ങൾ മനുഷ്യവംശത്തിൻ്റെ മഹാവിസ്തൃതിയിൽ നിന്ന് താഴേക്ക് താഴേക്ക് താഴേക്കാണോ അതോ ഇവിടെ നിന്ന് മനുഷ്യവംശത്തോളം വലുതാവുകയാണോ? ഇതിലേതാണ് നാം പിന്തുടരേണ്ടത് എന്ന ചോദ്യം കേസരി അന്ന് ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കേസരി ബാലകൃഷ്ണപിള്ളയെ പോലെ, ബർട്രാൻഡ് റസലിനെ പോലെ, എച്ച് ജി വെൽസിനെ പോലെ, ബെർണാഡ് ഷായെ പോലെ, ടാഗോറിനെ പോലെ, ഐൻസ്റ്റൈനെ പോലെ, ചാപ്ലിനെ പോലെ മനുഷ്യവംശം ജന്മം നൽകിയ എക്കാലത്തെയും വലിയ മഹാപ്രതിഭകൾ പലരും ആമൂലം എതിർത്ത ആശയങ്ങളിലൊന്നാണ് ദേശീയത. അതല്ലാതെ പുണ്യസ്നാതമായ വിശുദ്ധമായ പരമപരിശുദ്ധമായ ഒരു ആശയമാണ് ദേശീയത എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദേശീയത പക്ഷേ ഇങ്ങനെ മാത്രമാണ് എന്ന് കരുതേണ്ടതുമില്ല. ദേശീയത മനുഷ്യരെ കൂട്ടിയിണക്കുകയും അവരെ ഒരു സമരമുഖത്ത് അണിനിരത്തുകയും തങ്ങൾ ഒന്നാണ് എന്ന ബോധ്യത്തിലേക്ക് അതവരെ ആനയിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേശീയത എന്നത് ഒരു ദേശത്തെ ജനങ്ങൾക്ക് സഹജമായുള്ള ഒരു ആന്തരിക ഗുണമല്ല, ഒരു ദേശത്തിന് സ്വാഭാവികമായിട്ടുള്ള ആന്തരിക അടിത്തറയുമല്ല ദേശീയത. ഇപ്പോൾ അശോക ചക്രവർത്തിയുടെ ശാസനങ്ങളിൽ അദ്ദേഹം തൻ്റെ
രാജ്യത്തിന് പുറത്തുള്ള വിദേശികളെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ ഒന്നിൽ പറയുന്ന പേര് കേരളപുത്രർ എന്നാണ്. സിംഹളര് വിദേശികളാണ് എന്നതുപോലെ കേരളപുത്രരെ അശോകൻ വിദേശിയായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് അശോക സാമ്രാജ്യമാണ് ഭാരതത്തിന്റെ പൂർവ്വ പാരമ്പര്യം എന്ന് കരുതിയാൽ നമ്മൾ ആ പഞ്ചായത്തിൽ പെട്ടിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ വിദേശികളാണ്. അതുകൊണ്ട് ഇത് വല്ലാതെ അമർത്തി പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുണ്ടോ? ആരുടെയാണ് ഈ രാജ്യം? അശോകന് കേരളപുത്രർ തൻ്റെ രാജ്യത്തിൽ പെട്ടവരാണ് എന്ന് തോന്നിയിരുന്നില്ല. ഖണ്ഡഹാർ എന്ന അശോകന്റെ കൂടെ ഉണ്ട്, ഗാന്ധാരം അന്ന് അശോകന്റെ കൂടെ ഉണ്ട്. പക്ഷെ കേരളമില്ല. രാജ്യങ്ങളുടെ അതിർത്തികളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് ദേശീയത? ലളിതമായിട്ട് പറഞ്ഞാൽ ഒറ്റ വാക്യത്തിൽ ഇത്രയേ ഉള്ളൂ: ഞങ്ങളൊരു ദേശക്കാരാണ് എന്ന് ഒരു ജനത ആകമാനം സങ്കല്പിക്കുന്നതാണ് ദേശീയത. ഇതിൽ കവിഞ്ഞ് ദേശീയതയ്ക്കുള്ളിൽ കാര്യമായി സത്താപരമായി യാതൊന്നുമില്ല. സങ്കല്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ കാര്യമാണെന്ന് കരുതരുത് കേട്ടോ. പല ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കാളും പ്രവർത്തനശേഷി സങ്കല്പങ്ങൾക്കുണ്ട്. സങ്കല്പങ്ങൾ ഒരു കുറഞ്ഞ കാര്യമല്ല. മനുഷ്യവംശത്തെ മുമ്പോട്ട് കൊണ്ടുപോയതിൽ സങ്കല്പങ്ങളോളം വലിപ്പം വേറെ പലതിനും ഉണ്ടായിട്ടില്ല. മാർക്സ് പറയുന്നൊരു വാക്യമുണ്ട്: ആൻ ഐഡിയ ബിക്കംസ് എ മെറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രിപ്സ് ദ മാസസ് എന്നാണ്. ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കി കഴിഞ്ഞാൽ ആശയങ്ങൾ ഭൗതിക ശക്തികളായിത്തീരും. അതുകൊണ്ട് ഒരാശയം വെറുതെ ഒരാശയമല്ല, പ്രവർത്തിക്കുന്നു. കൊട്ടാരങ്ങളെക്കാൾ, യന്ത്രങ്ങളെക്കാൾ, രമ്യഹർമ്മ്യങ്ങളെക്കാൾ, വലിയ പട്ടാളങ്ങളെക്കാൾ, പടനിലങ്ങളെക്കാൾ ഭൗതികമായി ഒരാശയം പ്രവർത്തിക്കും. വെൻ ഇറ്റ് ഗ്രിപ്സ് ദ മാസസ്, ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കാൻ കഴിഞ്ഞാൽ. അങ്ങനെ ആധുനിക മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കിയ ഏറ്റവും ഗാഢമായ ആശയത്തെയാണ് വാസ്തവത്തിൽ നാം ദേശീയത എന്ന് പറയുന്നത്. അത്രത്തോളം പ്രവർത്തനശേഷിയുള്ള മറ്റൊരാശയവും ഒരർത്ഥത്തിൽ ആധുനികതയുടെ ചരിത്രത്തിലില്ല. മറ്റൊന്നും ഇതുപോലെ പ്രവർത്തിച്ചിട്ടില്ല. മറ്റൊന്നിനു വേണ്ടിയിട്ടും മനുഷ്യർ ഇതുപോലെ പോരാടിയിട്ടില്ല. മറ്റൊന്നിന്റെ പേരിലും ഇത്രയേറെ ലക്ഷോപലക്ഷം മനുഷ്യർ, കോടാനുകോടി മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടില്ല. ഇത്രയേറെ ചോര ഒഴുക്കപ്പെട്ടിട്ടില്ല. ഇത്രയേറെ കബന്ധങ്ങൾ വീണിട്ടില്ല ഈ ദേശീയതയ്ക്ക് വേണ്ടി വീണതുപോലെ. എങ്കിലും ദേശീയത ഒരു തെറ്റായ ആശയമല്ല. അത് മനുഷ്യരെ കൂട്ടിയിണക്കി. അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം തന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പാബ്ലോ നെരൂദ കവിതയിൽ എഴുതുന്നുണ്ട്. അതുപോലെ അറിയപ്പെടാത്ത മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തിന്റെ, സൗഭ്രാത്രത്തിന്റെ വലിയൊരു സന്ദേശമായി ദേശീയത ഒരു കാലത്ത് പ്രവർത്തിച്ചു. ഒരു കാലത്ത്. ഇന്ന് അത് സാഹോദര്യത്തിന്റെ യുക്തിയല്ല, അത് മിക്കവാറും വിദ്വേഷത്തിന്റെ യുക്തിയിലേക്ക് വഴിമാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ദേശീയതയ്ക്ക് ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ഒരേ ജീവിതമാണ് എന്ന് നാം തെറ്റിദ്ധരിച്ചുകൂടാ. വാസ്തവത്തിൽ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങളുടെയും ദേശീയതയുടെയും ചരിത്രത്തിൽ നിന്ന് അടിസ്ഥാനപരമായി ചില ഭിന്നതകൾ വച്ചു പുലർത്തുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയത രൂപപ്പെട്ടത് എന്നാലോചിച്ചാൽ, അത് ഇപ്പൊ യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ 19-ാം നൂറ്റാണ്ടിൽ പഴയ രാജവാഴ്ചയിൽ നിന്ന് ആധുനിക ജനാധിപത്യത്തിലേക്കോ ആധുനിക രാഷ്ട്രങ്ങളിലേക്കോ പരിണമിക്കുന്ന യൂറോപ്യൻ സമൂഹങ്ങൾ സ്വയം ദേശീയതയായി നിർവചിക്കാൻ തുടങ്ങി. ആ നിർവചനത്തിന്റെ ആധാരതത്വങ്ങളായി നിലക്കൊണ്ടത് ആ സമൂഹം പൊതുവെ പിൻപറ്റുന്ന ചില ആന്തരയുക്തികളാണ്, ആന്തരതത്വങ്ങളാണ് എന്ന് പറയാം. ഏറ്റവും പ്രധാനം ഭാഷയായിരുന്നു. ഒരു ഭാഷ സംസാരിക്കുന്നവർ ഒരു ദേശക്കാർ. ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ ഫ്രാൻസ്, ജർമ്മൻ സംസാരിക്കുന്നവരുടെ ജർമ്മനി, ഇറ്റാലിയൻ സംസാരിക്കുന്നവരുടെ ഇറ്റലി. ഇങ്ങനെ ഭാഷാദേശീയതകൾ. ഒരു ഭാഷ സംസാരിക്കുന്നവർ ഒരു ദേശ സമൂഹമാണ് എന്ന് കരുതുകയും അവരൊരു ദേശീയതയുടെ ആധാരമായി നിലകൊള്ളുന്നു എന്ന് ഭാവന ചെയ്യപ്പെടുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിലെ ദേശീയതകളിൽ മഹാഭൂരിപക്ഷവും ഭാഷാദേശീയതകളാണ്. മറ്റു ചിലത് മതദേശീയതകളായി. ഇസ്രായേലിനെ പോലെ പിൽക്കാലത്ത് ഹീബ്രു ഭാഷയല്ല, മറിച്ച് യഹൂദ മതം. മതത്തെ മുൻനിർത്തി, ഭാഷയെ മുൻനിർത്തി, ഇത് രണ്ടും ഫലിക്കാത്ത സ്ഥലങ്ങളിൽ സംസ്കാരം എന്നൊക്കെ നാം പറയുന്ന വളരെ അമൂർത്തമായ ആശയങ്ങളെ മുൻനിർത്തി ഒരു ജനത തങ്ങളൊന്നാണ് എന്ന് സങ്കല്പിക്കുന്നു. ഈ സങ്കല്പശേഷിയാണ് വാസ്തവത്തിൽ ദേശീയതയുടെ ആധാരം. അതുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിലെ വലിയ ദേശീയതാ പഠിതാക്കളിൽ ഒരാളായ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന് തന്നെ നൽകുന്ന പേര് ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്നാണ്. ഭാവനാ സമൂഹം. നിങ്ങൾ ഭാവന ചെയ്യുന്നു.
ഞങ്ങൾ ഒന്നാണ് എന്ന് ഭാവന ചെയ്യുന്നു. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ ഒരു സമൂഹം രൂപപ്പെടുന്നു. പക്ഷേ ഭാഷയെ മുൻനിർത്തിയോ മതത്തെ മുൻനിർത്തിയോ സംസ്കാരം തുടങ്ങിയ സങ്കല്പങ്ങളെ മുൻനിർത്തിയോ ദേശീയത ഭാവന ചെയ്യപ്പെടുമ്പോൾ ആ ദേശീയതാ സങ്കല്പത്തിന് അകമേ ഒരു വൈരുദ്ധ്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ആന്തരിക തത്വത്തെ മുൻനിർത്തി ദേശീയതയെ വിഭാവനം ചെയ്താലും അത് ആ ദേശീയതയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ അപരങ്ങൾക്ക് ജന്മം നൽകും എന്നതാണ്. 100 പേരുള്ള സമൂഹത്തിൽ 100 പേരും ഒരു ഭാഷ സംസാരിക്കില്ല. അതിൽ ഭൂരിപക്ഷം സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ടാവും, ഭൂരിപക്ഷത്തിന് മെരുങ്ങാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷം ഉണ്ടാവും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ജർമ്മൻ 100ൽ 90 പേര് ജർമ്മൻ സംസാരിക്കുമ്പോഴും 10 പേർ ജന്മർ സംസാരിക്കുന്നില്ല. 100ൽ 90 പേര് ആര്യവംശമായിരിക്കുമ്പോഴും 10 പേർ ജൂതന്മാരായിരിക്കുന്നു. ഏതാന്തരിക തത്വം സ്വീകരിച്ചാലും ആ തത്വത്തിൽ ഇണങ്ങാത്ത, ആ തത്വത്താൽ കൂട്ടിയിണക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ഏത് ദേശരാഷ്ട്രത്തിൻ്റെ ഉള്ളിലും ഉണ്ടാകും. അതുകൊണ്ട് ദേശീയതകളുടെ നിർമ്മാണ തത്വം തന്നെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അപരങ്ങൾക്ക് ജന്മം നൽകും. രാഷ്ട്രശത്രുക്കൾക്ക് രാഷ്ട്രം തന്നെ ജന്മം നൽകും. നിങ്ങൾ പ്രത്യേകിച്ച് ശത്രുതയൊന്നും കൊണ്ടുതരണ്ട. നിങ്ങളവിടെ വെറുതെ ഇരുന്നാൽ മതി, നിങ്ങൾ പെട്ടെന്ന് ശത്രുക്കളാവും. രാഷ്ട്രശത്രുവാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇന്നിപ്പോൾ ഇന്ത്യയിലെ രാജ്യദ്രോഹിയാവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ദളിതനായാൽ മതി, നിങ്ങളൊരു മുസ്ലിം ആയാൽ മതി, നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ ആയാൽ മതി, നിങ്ങളൊരു പ്രകൃതി സ്നേഹിയായാൽ മതി, നിങ്ങളൊരു യുക്തിവാദി ആയാൽ മതി. അങ്ങനെ പല നിലയ്ക്ക് രാജ്യദ്രോഹിയാകാനുള്ള അവസരങ്ങൾ ഓരോ ദിവസവും ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നാം ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് യുക്തി സ്വീകരിച്ചാലും അതിൻ്റെ വിപരീതം ഉണ്ടാവും. ഭാഷയാണെങ്കിൽ ആ ഭാഷയിൽ പെടാത്തവർ, മതമാണെങ്കിൽ ആ മതത്തിൽ പെടാത്തവർ. അതുകൊണ്ടാണ് ഈ ദേശീയതയുടെ വിമർശകന്മാർ ദേശീയത എന്ന ആശയത്തിനുള്ളിൽ തന്നെ ഹിംസ നിലീനമായിരിക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം അതിൻ്റെ അപരങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ടല്ലാതെ ഒരു ദേശരാഷ്ട്രത്തിന് നിലവിൽ വരാൻ പറ്റില്ല. ഭാഷ കൊണ്ടാണെങ്കിൽ ആ ഭാഷയിൽ പെടാത്തവർ, മതം കൊണ്ടെങ്കിൽ ആ മതത്തിന് പുറത്തുള്ളവർ, സംസ്കാരം കൊണ്ടെങ്കിൽ ആ സംസ്കാരം പങ്കുവയ്ക്കാത്തവർ. അങ്ങനെ ഏതാന്തരിക തത്വത്തെ മുൻനിർത്തി ദേശീയതയെ നിർവചിച്ചാലും ആ ദേശീയത അതിൻ്റെ വിപരീതങ്ങളെ, അതിൻ്റെ അപരങ്ങളെ, രാഷ്ട്രശത്രുക്കളെ ആ ദേശീയതക്കുള്ളിൽ തന്നെ സ്വാഭാവികമായി നിർമ്മിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദേശീയതയിൽ നിലീനമായൊരു ഹിംസാത്മകതയുണ്ട് എന്നതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചിന്തകന്മാരെ മുഴുവൻ ദേശീയത എന്ന ആശയത്തിൻ്റെ വിമർശകന്മാരാക്കി തീർത്തത്. യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങൾ പൊതുവെ ഞാൻ ഈ പറഞ്ഞ തത്വങ്ങളെ മുൻനിർത്തി ഭാഷയാലോ മതത്താലോ സംസ്കാരത്താലോ ഒക്കെ നിർവചിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണ ചരിത്രത്തിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മതം കൊണ്ടോ ഭാഷ കൊണ്ടോ നിർവചിക്കപ്പെടുന്ന ദേശീയതയുടെ ആഭ്യന്തര പ്രകൃതം അടിസ്ഥാനപരമായി എക്സ്ക്ലൂഷനെ മുൻനിർത്തുന്നതാണ്, പ്രവർജകമാണ്. താനല്ലാത്തതിനെ ഒഴിച്ചു മാറ്റിയിട്ട് ഒരു ആന്തരിക തത്വത്താൽ നിർവചിക്കപ്പെടുമ്പോൾ ആ തത്വത്തിന് ഇണങ്ങാത്തവർ പുറത്തായി പോകും. അങ്ങനെ പുറന്തള്ളിക്കൊണ്ടുള്ള പ്രവർജകമായൊരു ദേശീയതയായിട്ടാണ് യൂറോപ്യൻ ദേശീയതാ സങ്കല്പങ്ങൾ വികസിച്ചു വന്നത്. ഇന്ത്യൻ ദേശീയതയുടെ മൗലികമായ വ്യത്യാസം അത് പ്രവർജകത്വത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല. ഇന്ത്യൻ ദേശീയതയ്ക്ക് അതിൻ്റെ രാഷ്ട്രീയമായ ഉള്ളടക്കം കൈവന്നത് അത് മതത്തെ മുൻനിർത്തിയല്ല, അത് ഭാഷയെ മുൻനിർത്തിയല്ല, സംസ്കാരത്തെ മുൻനിർത്തിയല്ല, അത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ മുൻനിർത്തിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ മൗലികമായ ആധാരം അത് സാമ്രാജ്യ വിരുദ്ധമായ സമരത്താൽ കൂട്ടിയിണക്കപ്പെട്ട ഏകതാബോധത്താലാണ് രൂപപ്പെട്ടത് എന്നതാണ്. അതുകൊണ്ട് എക്സ്ക്ലൂഷൻ ആയിരുന്നില്ല, ഇൻക്ലൂഷൻ ആയിരുന്നു ഇന്ത്യൻ ദേശീയതയുടെ സുപ്രധാനമായ ഉള്ളടക്കം. ഈ ഇൻക്ലൂസീവ് ആയിരുന്നു. നിങ്ങൾക്ക് ഇന്ത്യക്കാരനാവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ത്യക്കാരനാവാൻ നിങ്ങൾ ബ്രിട്ടനെ എതിർക്കണം. ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന് ഇന്ത്യക്കാർ മുഴുവൻ പാടി നടന്നത് ഒരു ഭാഷയിലെ പാട്ടല്ല കേട്ടോ. ഇന്ത്യയാണ് ഏറ്റവും നല്ല രാജ്യമെന്ന് ഇന്ത്യക്കാർ പാടിയത് ഒരു ഭാഷയിലല്ല. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന മുഹമ്മദ് ഇക്ബാലിന്റെ വരികൾ ഉത്തരഭാരതത്തിൽ മനുഷ്യർ പാടി നടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഈ പാട്ട് പാടിയിട്ടില്ല. ഹിന്ദി പാടിയ പിന്നെ തമിഴ്നാട്ടിൽ ദേശീയത ഉണ്ടാവില്ല, ദേശീയ പ്രസ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ പാടിയത് വേറെ പാട്ടാണ്, പാരിക്കുള്ളേ നല്ല നാട് എൻ ഭാരതനാട്, ഭാരതിയാർ. ഒരു ഭാഷയിലല്ല, പല ഭാഷയിൽ നമ്മൾ ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾ ഒറ്റ രാജ്യക്കാരാണ്. ഒരു ഭാഷയിലല്ല,
ഒരു മതത്തിലല്ല, ഒരു സംസ്കാരത്തിലല്ല, ഒരു ഭക്ഷണശീലത്തിലല്ല, ഒരു നരവംശ പ്രകൃതം കൊണ്ടുപോലുമല്ല. ഇന്ത്യക്കാർക്ക് മുഴുവൻ ബാധകമായ ഒരു നരവംശ പ്രകൃതവുമില്ല. ഹോമോസാപ്പിയനായി ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട നരവംശത്തിന്റെ എല്ലാ ശാഖകളും തമ്മിൽ കലർന്ന് ഇന്ത്യയിൽ വസിക്കുന്നു. മംഗളോയിഡുകൾ, ആസ്ട്രലോയിഡുകൾ, പ്രോട്ടോ ആസ്ട്രലോയിഡുകൾ, നീഗ്രോയിഡുകൾ ഒക്കെ കൂടി കലർന്നിരിക്കുന്നു. അവയുടെ പ്രകൃതങ്ങളൊക്കെ കലങ്ങിയിരിക്കുന്നു. അതല്ലാതെ മുഴുവൻ ഇന്ത്യക്കാർക്കും ബാധകമായ എന്തുണ്ട് ഇന്ത്യക്കാരിൽ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, യാതൊന്നുമില്ല. മുഴുവൻ ഇന്ത്യക്കാരെയും ഇന്ത്യക്കാരാക്കുന്ന സത്താപരമായ യാതൊന്നുമില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ആ സങ്കല്പം ഇല്ലായ്മയേക്കാൾ ശക്തിമത്തായിരിക്കും, പക്ഷേ സങ്കല്പാണ്. വല്ലപ്പള്ളി കവിതയിൽ പറഞ്ഞതുപോലെ അവകൾ കിനാവുകളെന്നാം ശാസ്ത്രം, കളവുകളെന്നാം ലോകചരിത്രം, അവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമന്ത്രിത സുന്ദര തത്വം. ഞങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കാൾ ബലമുള്ളതാണ്. അങ്ങനെ ബലമുള്ളതായി തീർന്ന ഒരു വലിയ ആശയാണ് ഇന്ത്യൻ ദേശീയത. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രപരമായ മൗലിക പ്രാധാന്യം അത് സാമ്രാജ്യവിരുദ്ധമായ സമരത്തിനകത്തേക്ക് മനുഷ്യരെ നാനാതരത്തിൽ കൂട്ടിയിണക്കിക്കൊണ്ട് വികസിച്ചു വന്ന ഒന്നാണ്. ജാതിയാലല്ല, മതത്താലല്ല, മറ്റേതെങ്കിലും ഘടകങ്ങളാലല്ല. അതേസമയം തന്നെ ഇങ്ങനെ ഇൻക്ലൂസീവായ ഒരു പൊളിറ്റിക്കൽ നാഷണലിസം രൂപപ്പെട്ട അതേ കാലത്ത് ദേശീയതയെ ഈ പൊളിറ്റിക്കൽ നാഷണലിസത്തിൽ നിന്ന് മാറ്റി മതാത്മകം എന്ന് പുറമേക്ക് പറഞ്ഞില്ല, സാംസ്കാരികം എന്ന് പറയുന്നു, കൾച്ചറൽ നാഷണലിസം എന്ന പേരിൽ ഇന്ത്യയെ ബ്രാഹ്മണികവും സവർണവും വേദപാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതവുമായ ഒന്നാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ധാരാളമായിട്ട് നടക്കുകയുണ്ടായി. ഹിന്ദു മഹാസഭ അന്ന് പറഞ്ഞു, വീര സവർക്കർ അന്ന് പറയുന്നു. അദ്ദേഹം എങ്ങനെയാണ് വീരനായത് എന്ന് കണ്ടുപിടിക്കേണ്ടതാണ് വാസ്തവത്തിൽ. ആൻഡമാൻ ജയിലിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്ന ആളാണ്. പരമകാരുണ്യത്തിന്റെ ഉടമയായ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നെ വിട്ടയച്ചാൽ ഞാൻ ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ദാസനായി പ്രവർത്തിക്കും. എന്നെ വിട്ടയച്ചാൽ എൻ്റെ അനുയായികളുടെ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന യുവാക്കളുടെ പിന്തുണ ഈ സർക്കാരിന് ഉറപ്പുവരുത്താൻ എനിക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സവർക്കർ ജയിലിൽ നിന്ന് പുറത്തു പോകുന്നത്. പിന്നെ എപ്പോഴും അദ്ദേഹം വീര സവർക്കറായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വന്നു. സെൻട്രൽ ഹാളിൽ ഇപ്പോൾ അപ്പുറത്ത് ഗാന്ധിയുടെ പടവും ഇപ്പുറത്ത് സവർക്കറുടെ പടമുണ്ട്. ഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിൽ 6ാമത്തെ പ്രതിയായിരുന്നു സവർക്കർ. ആരുടെ രാജ്യമാണിത്? അങ്ങനെ സവർക്കർ ഇപ്പൊ ഇപ്പുറത്തുണ്ട്. മഹാത്മാ ഗോഡ്സെ വരാനിരിക്കുന്നു. ഞാനിത് മുമ്പ് തമാശയായിരിക്കും എന്നാ കരുതിയത്. ഇപ്പൊ പക്ഷേ തമാശ അല്ലാണ്ടായി കേട്ടോ. ഗുജറാത്ത് എന്ന് പറഞ്ഞുകൂടാ എന്ന് നിങ്ങൾ നിർദ്ദേശിച്ചത് ആരോടാണ്? നോബൽ സമ്മാനം കിട്ടിയ അമർത്യ സെന്നിനോടാണ്. നമുക്കിത് വാസ്തവത്തിൽ 2 കൊല്ലം മുമ്പ് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല. അമർത്യ സെന്നെ പോലെ ഒരാൾക്ക് ഗുജറാത്ത് എന്ന്, ഹിന്ദുത്വം എന്ന് പറയാൻ പറ്റാത്തൊരു രാജ്യമായി ഈ രാജ്യം മാറിത്തീരും എന്ന് നാം പ്രതീക്ഷിച്ചിരുന്നില്ല. വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ആൻഡ് മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. ഇങ്ങനെയൊക്കെ സങ്കല്പിച്ചൊരു രാജ്യമായിരുന്നു. ഉന്നതമായ ശിരസ്, നിർഭയമായ മനസ്സ്. എത്ര കാലം നമുക്കിനി ഇതുപോലെ യോഗം ചേരാൻ കഴിയുന്ന വാസ്തവത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അവസാന പ്രസംഗങ്ങളാണ് ഒരുപക്ഷെ, അതുകൊണ്ടാണ് ആഞ്ഞു പ്രസംഗിക്കണത്. പറയാനുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞു തീർക്കണം. അങ്ങനെ ഒരു രാഷ്ട്രം അതിന്റെ വിപരീത ചരിത്രത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, 29 പേർ പശുവിന്റെ പേരിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. നമ്മെ കാര്യമായിട്ടൊന്നും ഇത് അലോസരപ്പെടുത്തിയിട്ടില്ല. 29 പേർ 2002നും 2014നും ഇടയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 3.5 ലക്ഷമാണ് ഇന്ത്യയിൽ. 3.5 ലക്ഷം പേർ. ദിലീപിന്റെ വിവാഹബന്ധത്തിന് എന്ത് സംഭവിച്ചു എന്ന ഉത്കണ്ഠയുടെ 100-1 നമുക്ക് ഈ 3.5 ലക്ഷം മനുഷ്യരെ കുറിച്ചുള്ള ഉത്കണ്ഠയായിട്ട് വന്നിട്ടില്ല. ആരുടെ രാജ്യമാണ്? ഗാന്ധിയോട് ഒരിക്കൽ ചോദിക്കണ്ട്. ദേശീയത എന്ന ആശയം തീപിടിച്ച് നിൽക്കുന്ന സമയത്ത് ഗാന്ധിയോട് ചോദിച്ചു, എന്തായിരിക്കും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ പ്രഥമ ദൗത്യം, അടിസ്ഥാന ദൗത്യം, ദ ഫണ്ടമെന്റൽ ക്രൈറ്റീരിയൻ ഓഫ് ഇന്ത്യൻ നേഷൻ? ഗാന്ധി പറഞ്ഞത്, ഇറ്റ് വിൽ വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ എന്നാണ്. എന്ത് ചെയ്യും ഈ രാജ്യം? ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ കണ്ണിലെ കണ്ണീർ തുടച്ചു മാറ്റും എന്നായിരുന്നു. എന്ത് സംഭവിച്ചു? 3.5 ലക്ഷം മനുഷ്യർ ആത്മഹത്യ ചെയ്തു. 12 കൊല്ലം. മജ്ലൂം അൻസാരി
എന്ന പയ്യൻ തൻ്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും ജീവിക്കാനുള്ള വക കാണാൻ വേണ്ടിയിട്ടാണ് കാളയെയും കൊണ്ട് ചന്തയ്ക്ക് പോയത്. 14 വയസ്സ്. ആ കുഞ്ഞിനെ തല്ലിക്കൊന്ന് മരക്കൊമ്പിൽ കെട്ടിത്തൂക്കി. ജുനൈദ് പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ ഡൽഹിക്ക് പോയ ആളാണ്. അയാൾ ആകെ ചെയ്ത അയാൾ തീവണ്ടിയിൽ കയറി യാത്ര ചെയ്തു. അയാൾ പക്ഷേ ജന്മനാ കുറ്റവാളിയായിരുന്നു. അയാൾ ഒരു മുസ്ലിമായിരുന്നു. നമ്മുടെ ഇൻക്ലൂസീവായ നാഷണലിസം ഉണ്ടല്ലോ, അത് എക്സ്ക്ലൂസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയാണ് രാജ്യം? പൊരുതി നിന്ന മുഴുവൻ മനുഷ്യരുടെയുമായിരുന്ന ഈ രാജ്യം അതിൻ്റെ വിപരീത യുക്തിയിലേക്ക്, അതിൻ്റെ ഫാഷിസത്തിൻ്റെ സാംസ്കാരിക ദേശീയതാ സങ്കല്പത്തിലേക്ക് പടിപടിയായി നീങ്ങുകയാണ്. വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് തന്നെ ഈ ആശയമുണ്ട്. ഹിന്ദു മഹാസഭയുണ്ട്, പിന്നാലെ RSS വരുന്നുണ്ട്, ഹിന്ദുത്വം പല രൂപത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയത അത് ബ്രിട്ടനെതിരായ സമരൈക്യമല്ല, മറിച്ച് ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യമാണ്. അങ്ങനെ സംസ്കാരത്തിന്റെ അടിത്തറയിൽ വികസിച്ചു വരുന്ന ഒരു ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ സവർക്കർ പറയുന്നുണ്ട്, ഗോൾവൾക്കർ പറയുന്നുണ്ട്, ഹിന്ദു മഹാസഭ പറയുന്നുണ്ട്. ബ്രിട്ടനെതിരെ സമരം ചെയ്ത് നിങ്ങളുടെ ഊർജം പാഴാക്കരുത് എന്ന് യുവാക്കളോട് അന്ന് വലിയ ആഹ്വാനങ്ങൾ മുഴങ്ങുന്നുണ്ട്. പക്ഷെ യുവാക്കൾ അത് കേട്ടിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇൻക്ലൂസീവായി മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തി സമരമുഖങ്ങളിൽ മാത്രമല്ല, വീട്ടിലിരുന്ന് നിങ്ങൾ നൂല് നൂറ്റപ്പോ ബ്രിട്ടനെതിരായി. ഗാന്ധിയുടെ സമരതന്ത്രങ്ങളുടെ വലിയ വിജയം അതായിരുന്നു. നിങ്ങൾ ബ്രിട്ടനെതിരാണെന്ന് സ്വയം ബോധ്യപ്പെടാൻ നിങ്ങൾ റോട്ടിലിറങ്ങി മുദ്രാവാക്യം വിളിക്കണ്ട, നിങ്ങൾ റോട്ടിലിറങ്ങി ജാഥ നയിക്കണ്ട, അടികൊള്ളണ്ട, നിങ്ങൾ നൂല് നിൽക്കുന്നു. വള്ളത്തോൾ കവിതയിൽ എഴുതിയല്ലോ, ഞങ്ങൾ നൂറ്റ നൂലുകൊണ്ട്, ഞങ്ങൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമീ അനീതിക്കൊരന്ത്യാവരണം. ഒരു വസ്ത്രം അനീതിയുടെ അന്ത്യാവരണമായി തീരുന്നു, അനീതിയുടെ ശവക്കച്ചയായിട്ട് മാറും. അങ്ങനെ ഞങ്ങൾ നൂറ്റ് ആ വസ്ത്രം ധരിച്ച് ഈ സാമ്രാജ്യത്വത്തെ തോൽപ്പിക്കും. ആ സങ്കല്പത്തിന്റെ പേരായിരുന്നു കേട്ടോ സ്വാശ്രയം. ചില വാക്കുകൾ പോണ പോക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഗാന്ധിജി ഉണ്ടാക്കിയ വാക്കാ സ്വാശ്രയം, സ്വരാജ്യം, സ്വാശ്രയം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പടപൊരുതി നിൽക്കാൻ കോടാനുകോടി ദരിദ്രനാരായണന്മാരുടെ കയ്യിലെ സമരായുധമായി സങ്കല്പിക്കപ്പെട്ട ആശയാണ്. ഇന്നെന്തായി? ഇടിമുറികളായി, ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളായി. 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്താൽ അഡ്മിഷൻ കിട്ടുന്ന കോളേജിന്റെ പേരിൽ ഒഴികെ വേറെ എവിടെയും സ്വാശ്രയം ബാക്കിയില്ല. വാക്കുകൾ തിരിഞ്ഞു പോകുന്നു. കേസരി ബാലകൃഷ്ണപിള്ളയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ആഗോളവൽക്കരണം എന്ന വാക്ക് ഉപയോഗിച്ചത്. അദ്ദേഹം എഴുതി, വരാനിരിക്കുന്നത് ആഗോള സമുദായത്തിന്റെ കാലമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തായിരിക്കും ആഗോള സമുദായം? മുണ്ടുടുത്ത മലയാളികൾ പാരീസിന്റെ തെരുവിലൂടെ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നടക്കുന്ന കാലമായിരിക്കും അത്. ദേശങ്ങളൊക്കെ പോവും, സംസ്കാര ഭേദങ്ങളൊക്കെ പോവും, എല്ലാം ഒരുപോലെയായി തിരിയും. മുണ്ടുടുത്ത മലയാളി ഒരു പാരീസുകാരനെ പോലെ അഭിമാനപൂർവ്വം പാരീസിൽ നടക്കും. അതായിരുന്നു 30-ൽ കേസരിയുടെ ആഗോളവൽക്കരണ സ്വപ്നം. 2010 ആഗോളവൽക്കരണം നടപ്പിലായി കഴിഞ്ഞപ്പോൾ എന്തായി? കേരളത്തിലെ പഞ്ചായത്ത് റോട്ടിൽ പോലും മുണ്ടുടുത്ത ആളില്ലാണ്ടായി. മുണ്ട് ശരിയാണോ തെറ്റാണോ എന്നല്ല കേട്ടോ, മുണ്ടാണ് കേരളീയ വസ്ത്രം എന്നൊക്കെ പറയണതിൽ ഒരു തമാശയുണ്ട്. അങ്ങനെ കേരളീയ വസ്ത്രമൊന്നുമില്ല. ഇപ്പോഴിടയ്ക്ക് പറയായിരുന്നു സാരിയാണ് കേരളീയ വസ്ത്രം എന്ന്. രവിവർമ്മ വരച്ചുണ്ടാക്കിയതാ, 100 കൊല്ലമായിട്ടില്ല. വാസ്തവത്തിൽ കേരളീയ വസ്ത്രം എന്തിനെ കുറിച്ചെങ്കിലും പറയണമെങ്കിൽ ഒരൊറ്റ മുണ്ടാണ്. ആണും പെണ്ണും ഒക്കെ ധരിച്ചിരുന്ന ഒറ്റ മുണ്ടാണ്. അതുമാത്രമേ കേരളീയ വസ്ത്രമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എവിടെ നിന്നോ വന്നു ചേർന്നതാ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്ക് ഈ ഒറ്റ മുണ്ടേ ഉള്ളൂ. KC നാരായണൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒറ്റ മുണ്ടെടുത്ത് എന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളി വേഷം ഉണ്ടാക്കിയതെന്നാണ്. കാരണം ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെ മുണ്ടെങ്കിലെങ്കിലേ ഒരു വേഷമാവുള്ളൂ. അതാണ്. ഒരു കീചകനെ ഇറക്കണം എന്ന് വെച്ചാൽ ഏതാണ്ട് എല്ലാവരുടെയും മുണ്ട് വേണം. അങ്ങനെ ഉണ്ടാക്കുന്ന, അതല്ലാതെ എന്ത് കേരളീയത? വസ്ത്രത്തിൽ എന്ത് കേരളീയത? ഭക്ഷണത്തിൽ എന്ത് കേരളീയത? ഇതൊക്കെ എവിടെ നിന്നോ വന്നു ചേർന്ന കരക്കൂട്ടുകളല്ലേ. അറബികളും പോർച്ചുഗീസുകാരും ചീനക്കാരും ഒക്കെ കൊണ്ടുവന്ന വിഭവങ്ങളും രുചിക്കൂട്ടുകളും ഇല്ലെങ്കിൽ പിന്നെ മലയാളിയുടെ രുചിശീലത്തിൽ എന്തുണ്ടാവും ബാക്കി? കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തനിമ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അസംബന്ധമാണ്. അങ്ങനെ ഒരു തനിമയൊന്നുമില്ല. അത് ഓരോ കാലത്തും മനുഷ്യർക്കുണ്ടാവുന്ന ഒരു തോന്നലിന്റെ പേരാണ്. ഞങ്ങൾക്കൊരു വലിയ പാരമ്പര്യം ഉണ്ടെന്ന് ഇടക്കിടക്ക് തോന്നും. അതിന്റെ പേര് മാത്രമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. പണ്ട് വിജയൻ മാഷ് പറയുന്നുണ്ട്, അമ്പിളി നമ്മുടെ മാനത്താണ് ഉദിച്ചതെന്ന് ഒരാൾക്ക് കരുതാൻ എല്ലാ അവകാശമുണ്ട്. ഏതുവരെ?
അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ. അപ്പുറത്തെ പറമ്പിൽ നോക്കിയാൽ അവിടെയും ഇത് ഉദിച്ചിട്ടുണ്ടാവും. പക്ഷെ നോക്കില്ല എന്ന് വാശിയുള്ളതുകൊണ്ട് ഈ പഞ്ചായത്തിലാണ് ചന്ദ്രൻ ഉദിച്ചത് എന്ന് മരിക്കുന്നത് തീരുമാനിക്കും. അതിന്റെ പേരാണ് രാജ്യസ്നേഹം. ബെർണാഡ് ഷാ പറയേണ്ടത് എന്താണ് രാജ്യസ്നേഹം? ബെർണാഡ് ഷായുടെ കൗതുകമുള്ളൊരു നിർവചനമുണ്ട്, അത് ഞാൻ വായിക്കാം. പാട്രിയോട്ടിസം ഈസ് യുവർ കൺവിക്ഷൻ ദാറ്റ് ദിസ് കൺട്രി ഈസ് സുപ്പീരിയർ ടു ഓൾ അതേഴ്സ് ബിക്കോസ് യു വെയർ ബോൺ ഇൻ ഇറ്റ്. നിങ്ങൾ ഈ പഞ്ചായത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാ സ്ഥലങ്ങളെക്കാളും പരമവിശുദ്ധമാണ് ഈ പഞ്ചായത്ത് എന്ന് നിങ്ങൾ കരുതുന്നതിന്റെ ആ വിവരക്കേടിന്റെ പേരാണ് രാജ്യസ്നേഹം എന്നാണ് ഈ ബെർണാഡ് ഷാ പറഞ്ഞത്. ബെർണാഡ് ഷാ പിന്നെ എല്ലാം അതിന്റെ പരമാവധിയിലേ പറയുള്ളൂ. ബെർണാഡ് ഷായോട് പണ്ട് ചോദിച്ചു, ലോകത്തെ 3 മഹാന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ ബെർണാഡ് ഷാ പറഞ്ഞു, 1 ബുദ്ധൻ, 2 ക്രിസ്തു, 3ാമത്തെ ആളുടെ പേര് പറയാൻ എന്റെ വിനയം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതാ ബെർണാഡ് ഷാ. കുറഞ്ഞ ഏർപ്പാടൊന്നുമില്ല മൂപ്പർക്ക്. എന്തായാലും ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാൽ, അതുകൊണ്ട് ഈ തനിമ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ, എവിടെ നിന്നൊക്കെ വന്നു ചേർന്നു, എന്തൊക്കെ കൂടിക്കലർന്നു. ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർത്തിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാര്, എന്തെല്ലാം വന്നു. ഇതെല്ലാം കൂടിക്കലർന്നാണ് നാം ഇങ്ങനെയായത്. ആ കൂടിക്കലർപ്പിന്റെ ചരിത്രത്തിൽ അവസാന ബിന്ദുവിൽ നാം നിൽക്കുന്നു. അവിടെയും ഈ കൂടിക്കലറിൽ അവസാനിക്കില്ല. മനുഷ്യവംശം പങ്കുവെച്ച് മുമ്പോട്ടേ പോകും. കേസരി എഴുതുന്നൊരു വാക്യതാണ്, ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നമ്മുടെ കടവിൽ അടുക്കുന്നതിന് മുമ്പ് എത്രയോ കടവുകളിൽ അടുത്തിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഐതിഹ്യങ്ങളുടെ തോണി നിങ്ങളുടെ കടവിൽ മാത്രമല്ല, മുമ്പ് എത്രയോ കടവുകളിൽ, ഇനിയും എത്രയോ കടവുകളിലേക്ക്. അതുകൊണ്ട് കാൽമടമ്പിൽ അമ്പേറ്റ് മരിക്കുന്നത് നമ്മുടെ കൃഷ്ണൻ മാത്രമല്ല, കാൽമടമ്പിൽ അമ്പേറ്റ് മരിക്കുന്നത് അഖിലസ് കൂടിയാണ്. യമുനയെ വഴിമാറ്റി ഒഴുക്കുന്ന ബലരാമനെ പോലെ ഒരു തൊഴുത്തിലേക്ക് നദിയെ തിരിച്ചുവിട്ട ഒരു ഹെർക്കുലീസിനെ നിങ്ങൾ ഗ്രീസിൽ കാണുന്നു. മകനെ ഉളിയെറിഞ്ഞു വന്ന തച്ചനെ പോലെ മകനെ ഉളിയെറിഞ്ഞു വന്ന ഒരു ആശാരിയെ നിങ്ങൾ ക്രീറ്റിലെ പുരാണങ്ങളിൽ കാണുന്നു. ഉച്ചവരെ കല്ലുരുട്ടി മോളി കയറ്റി ഉച്ചയ്ക്ക് താഴേക്കിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന നാറാണത്ത് ഭ്രാന്തനെ പോലെ ഒരു ഭ്രാന്തൻ പ്രാചീന ഗ്രീസിലുണ്ടായിരുന്നു. അയാളുടെ പേര് സിസിഫിസ് എന്നാണ്. ഒരു മരത്തിൽ കയറാൻ പറഞ്ഞാൽ മൂപ്പര് 2 മരത്തിൽ പപ്പാതി കയറും. അര ഒന്നാണ്. അതാണ് ലോജിക്ക്. അത് പിന്നീട് കേരളത്തിൽ പറഞ്ഞ ഒരാളാണ് ബഷീർ, 1 ഇമ്മിണി വലിയ ഒന്നാണ് എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ദേശീയത, സംസ്കാര തനിമ എന്നൊക്കെ പറയുന്നതിൽ ചരിത്രത്തിലൊരർത്ഥമില്ല. ചരിത്രം ഇതിനെയൊക്കെ കൂട്ടിക്കലർത്തിയാണ് പോന്നിട്ടുള്ളത്. ഒരു മതവും ആ മതം മാത്രമായിട്ട് നിൽക്കില്ല. മതങ്ങളിൽ, വിശ്വാസങ്ങളിൽ ചരിത്രം മനുഷ്യവംശങ്ങളെ കൂട്ടിയിണക്കി മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് ഒരു സംസ്കാരത്തിന്, ഒരു ജനതയ്ക്ക് ആ ജനതയുടേത് മാത്രമായ സാംസ്കാരിക മൂല്യങ്ങളുണ്ട് എന്നത് വാസ്തവത്തിൽ നാമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരാശയമാണ്, ഉള്ളതല്ല. ദേശീയതയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ദേശീയ പാരമ്പര്യം എന്നത് ദേശീയതയെ മുൻനിർത്തി ഭാവന ചെയ്യപ്പെടുന്ന ഒന്നാണ്. ദേശീയതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സത്താപരമായ ഒന്നല്ല. ഈ ഭാവനാത്മകതയുടെ തലമേതാണ് എന്നതിലാണ് ദേശീയതയുടെ രാഷ്ട്രീയ ഉള്ളടക്കം. ഇന്ത്യൻ ദേശീയത വികസിച്ചു വന്നത് ബ്രിട്ടനെതിരെ ഒരുമിച്ച് നിൽക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ സമരമുഖം എന്ന നിലയിലായിരുന്നു. മറിച്ച് ബ്രിട്ടനെതിരെ ഒരുമിച്ച് നിൽക്കുന്നവരല്ല, ബ്രാഹ്മണ്യത്തിന്റെ മൂല്യങ്ങളെ പങ്കുവറ്റുന്ന ഒരു രാജ്യം എന്നതാണ് അന്ന് വികാസരൂപം ആർജിച്ചു തുടങ്ങിയ കൾച്ചറൽ നാഷണലിസത്തിന്റെ അടിസ്ഥാനമായിരുന്നത്. ഭാഗ്യവശാൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ 2ാം ഘട്ടം എത്തുമ്പോഴേക്കും 1920കളോടെ ദേശീയതയെക്കുറിച്ചുള്ള ആശയത്തിൽ നിന്ന് ഈ കൾച്ചറൽ നാഷണലിസത്തെ വലിയൊരളവോളം പുറത്തു മാറ്റാനും പുറത്തേക്ക് നീക്കി നിർത്താനും രാഷ്ട്രീയമായ ദേശീയതാ സങ്കല്പത്തെ, ഫെഡറലിസത്തെ നമ്മുടെ ദേശീയതാ സങ്കല്പത്തിന്റെ ആധാരമാക്കി മാറ്റാനും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അന്ന് ഈ ദേശീയതാ രൂപീകരണത്തിൽ ഒരു ചുവട് പോലും വച്ചിട്ടില്ലാത്ത, ബ്രിട്ടനെതിരായി സമരം ചെയ്ത് ഊർജം പാഴാക്കരുത് എന്ന് യുവാക്കളെ അഭിസംബോധന ചെയ്ത പാരമ്പര്യത്തിന്റെ വക്താക്കളാണ് ഇന്ന് നമ്മോട് ദേശീയതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയ്ക്ക് മൗലികമായ ഒരു സവിശേഷത അത് ഇൻക്ലൂസീവായിരുന്നു എന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങൾ 19ാം നൂറ്റാണ്ടിൽ വെസ്റ്റ്ഫാലിയൻ ഉടമ്പടിക്ക് ശേഷം യൂറോപ്പിൽ തമ്മിൽ സഹകരിക്കുമ്പോഴും യൂറോപ്പിന് പുറത്ത് ആഫ്രിക്കയിലും അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യയിലുമൊക്കെ കോളനികൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി തമ്മിൽ പൊരുതിക്കൊണ്ടിരുന്നവരാണ്. പൊരുതിക്കൊണ്ടിരിക്കുന്ന ഓരോ രാജ്യത്തെയും തങ്ങളുടെ കോളനിയാക്കാൻ, അങ്ങനെ കോളനിയായി പെരുകി ലോകശക്തിയാകാൻ
പണിപ്പെടുന്ന ദേശീയതകളായിട്ടാണ് യൂറോപ്യൻ നേഷൻ സ്റ്റേറ്റ്സ് വികസിച്ചു വന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ യൂറോപ്യൻ നാഷണലിസത്തിൽ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു മൂല്യം അത് ഇമ്പീരിയലിസ്റ്റിക് ആയിരുന്നു. വലിയ സാമ്രാജ്യങ്ങളായി വികസിക്കാനുള്ള വാസനയുണ്ടായിരുന്നു. സ്പെയിൻ ഒരു ഭാഗത്ത്, ബ്രിട്ടൻ ഒരു ഭാഗത്ത്, ഫ്രാൻസ് മറ്റൊരു ഭാഗത്ത്. ഇവരൊക്കെ കോളനികളെ വെട്ടിപ്പിടിച്ചു. ഈ കോളനികളിലേക്ക് തങ്ങളെ പ്രചരിപ്പിച്ചു, തങ്ങളായി വളർന്നു. അങ്ങനെ ലോകം തങ്ങളാൽ കീഴ്പ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ ദേശീയത ഇങ്ങനെ ഇമ്പീരിയലിസ്റ്റിക് ആയിരുന്നില്ല. ലോകമെമ്പാടുമുള്ള വിമോചന പോരാട്ടങ്ങളോട് അത് ഐക്യപ്പെട്ടു നിന്നു. സ്പെയിനിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടായി, ഇന്റർനാഷണൽ ബ്രിഗേഡ് ഉണ്ടായി. ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരവാദികൾ, ജനാധിപത്യവാദികൾ ഫ്രാങ്കോവിനെതിരെ സ്പെയിനിൽ ചെന്ന് യുദ്ധം ചെയ്തു. യുദ്ധമുഖത്ത് പൊരുതി വീണു ഒരുപാട് പേർ. ഒരുപക്ഷെ ആ കാലത്ത് ഈ ജീവിച്ചിരുന്ന ഏറ്റവും ബുദ്ധിശാലിയായ മനുഷ്യൻ ഫ്രാങ്കോവിനെതിരെയുള്ള സമരത്തിൽ വെടിയേറ്റ് വീണു. ക്രിസ്റ്റഫർ കോഡ്വെൽ, മഹാബുദ്ധിജീവിയായ, ക്രൈസിസ് ഇൻ ഫിസിക്സ് എഴുതി ഐൻസ്റ്റൈൻ്റെ ആദരം വരെ അക്കാലത്ത് നേടിയ ആളായിരുന്നു ക്രിസ്റ്റഫർ കോഡ്വെൽ. അദ്ദേഹം ബ്രിട്ടനിൽ നിന്ന് സ്പെയിനിലേക്ക് പോയി. യുദ്ധമുഖത്ത് സ്പെയിൻ ഫ്രാങ്കോവിനെതിരെ പോരാടി മരിച്ചു. റാൽഫോക്സിനെ പോലുള്ള ആളുകൾ ധാരാളം പേർ പൊരുതിക്കൊണ്ടിരുന്നു. കാരണം സ്പെയിനിന്റെ വിജയം സ്പെയിനിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് അവർ കരുതിയില്ല. മനുഷ്യവംശത്തോളം വലുതായിരുന്നു. ഇന്ത്യയിൽ ഇന്റർനാഷണൽ ബ്രിഗേഡിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര്, സ്പാനിഷ് ഐക്യമുന്നണിയുടെ നേതാവായി ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. കാരണം ഇന്ത്യയുടെ വിമോചനം ഇന്ത്യയുടെ മാത്രം വിമോചനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, NV എഴുതിയ കവിത, എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കയ്യുകൾ നന്ദിവിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. അതുകൊണ്ട് സാമ്രാജ്യവിരുദ്ധമായി ലോകമെമ്പാടും ഉയർന്നു പൊങ്ങുന്ന സമരങ്ങളെ, ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള എല്ലാ സമരങ്ങളോടും ഐക്യപ്പെട്ടുകൊണ്ട് ഇമ്പീരിയലിസ്റ്റിക്കായ യൂറോപ്യൻ നാഷണലിസത്തിന്റെ മറുപുറത്ത് ഫ്രറ്റേണലായ സാഹോദര്യത്തിന്റെ, ലോക സാഹോദര്യത്തിന്റെ ഒരു ദേശീയതാ യുക്തിയെ വാസ്തവത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനം വികസിപ്പിച്ചെടുത്തു. അതുകൊണ്ടാണ് പലസ്തീനെ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാക്കാൻ ശ്രമിച്ച സമയത്ത് അതിനെ ആദ്യമായി വിമർശിച്ചത് ഗാന്ധിജിയാണ്. ഇന്ന് നാം ഇതൊന്നും ഓർക്കില്ല. ഇന്ന് നമ്മുടെ തന്ത്രപ്രധാന പങ്കാളിയായി. ഗാന്ധിജി അതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരു മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടായിക്കൂടാ. ഇന്ത്യയിൽ എങ്ങനെയാണോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് കഴിയുന്നത്, അതുപോലെ ഇസ്രായേലിൽ മുസ്ലിങ്ങളും യഹൂദന്മാരും ഒരുമിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. മതത്തിന്റെ പേരിൽ രാഷ്ട്രം ഉണ്ടായിക്കൂടാ. നെഹ്റു കുറെ കൂടി തീവ്രമായിട്ട് പറഞ്ഞിരുന്നു, വി ആർ നൗ ഓപ്പണിംഗ് ദ ഡോഴ്സ് ഓഫ് ആൻ എറ്റേണൽ ഹെൽ എന്ന്. ഒരു നിത്യ നരകത്തിന്റെ വാതിലുകൾ നാം തുറക്കുന്നു. അതെമ്മാതിരി നരകമായിരുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാം. തുറക്കുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം സഹസ്രാബ്ദങ്ങൾ ആട്ടിയോടിക്കപ്പെട്ട ജനതയുടെ അഭയമായിട്ടാണ് ഇസ്രായേൽ സങ്കല്പിക്കപ്പെട്ടത്. സഹസ്രാബ്ദങ്ങളായി ക്രിസ്തുവിന്റെ കാലം മുതൽ വേട്ടയാടപ്പെട്ട ഒരു ജനതയ്ക്കുള്ള അവസാനത്തെ സമാശ്വാസമായി സങ്കല്പിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു അത്. അതെങ്ങനെയായി തീർന്നു? നെഹ്റു പറഞ്ഞതിനപ്പുറമായി ആൻ എറ്റേണൽ ഹെൽ, ഒരു നിത്യനരകം. ഞാൻ പറഞ്ഞു വന്നത് ഇതിവരുടെ സ്വകാര്യ ബോധ്യങ്ങളല്ല, മറിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന യുക്തിയാണ്. ലോകമെമ്പാടുമുള്ള വിമോചന പോരാട്ടങ്ങളോട് ഐക്യപ്പെടുക. പാട്രീസ് ലുമുമ്പ കൊല്ലപ്പെടുമ്പോൾ വൈലോപ്പിള്ളി ഇവിടെ ഇരുന്ന് കവിത എഴുതുന്നു. പാട്രീസ് ലുമുമ്പ എന്നുള്ള പേര് ഇന്ന് എത്ര പേർ ഓർക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും വൈലോപ്പിള്ളി കവിത എഴുതി. NV ആഫ്രിക്കയ്ക്ക് വേണ്ടി എഴുതി. വൈലോപ്പിള്ളി ഓണപ്പാട്ടുകാരെഴുതിയപ്പോൾ ഓണം കേരളത്തിൽ നിന്ന് പോയിട്ട് ഓണം ഈ ലോകത്തിന്റെ മുഴുവൻ ഓണമായി തീർന്നു. കേരളത്തിൽ എഴുതപ്പെട്ട ഒരൊറ്റ ഓണപ്പാട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വൈലോപ്പിള്ളിയുടേതാണ്. പണ്ട് മനുഷ്യർ നടന്ന മതങ്ങളിൽ ഇപ്പോഴധോമുഖ വാമനർ, ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ ഇത്തിരി വട്ടം ചിന്തിക്കുന്നു. എത്ര ശരിയായി തീർന്നു. MS സുബ്ബലക്ഷ്മിയുടെ പാട്ട് കച്ചേരി കഴിഞ്ഞപ്പോൾ നെഹ്റുവിനോട് പറഞ്ഞു, താങ്കൾ ഈ ഗായികയെ അഭിനന്ദിച്ച് സംസാരിക്കണം, എന്തെങ്കിലും ആശംസ. അപ്പൊ നെഹ്റു പറഞ്ഞു, ഹു ആം ഐ മിയർ ഓൺലി എ പ്രൈം മിനിസ്റ്റർ ടു താങ്ക് ദിസ് ക്യൂൻ ഓഫ് മ്യൂസിക്. സംഗീതത്തിന്റെ ഈ മഹാരാജ്ഞിക്ക് നന്ദി പറയാൻ ഞാനാരാണ്? മൃണാളിനി സാരാഭായി മരിച്ചിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു വാക്ക് പറഞ്ഞില്ല. ഓർക്കണം, രണ്ട് ലോകങ്ങളാണ്. മൃണാളിനി സാരാഭായി മരിച്ചു. ഇന്ത്യ എന്ന് ലോകം അറിഞ്ഞുകൊണ്ടിരുന്നത് 30 കൊല്ലക്കാലം മൃണാളിനി സാരാഭായിയുടെ നൃത്തായിട്ടാണ്. അവർ മരിച്ചത് 2 കൊല്ലം മുമ്പാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഒരു വാക്കും പറഞ്ഞില്ല. നെഹ്റു അന്ന് പറഞ്ഞിരുന്നു, ഹു ആം ഐ മിയർ ഓൺലി എ പ്രൈം മിനിസ്റ്റർ, വെറുമൊരു പ്രധാനമന്ത്രി. ഇന്നിപ്പോ പഞ്ചായത്ത് മെമ്പർക്ക് തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. വെറുമൊരു പഞ്ചായത്ത് മെമ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ എന്നാ പറയാം.
അലങ്കാരത്തിൽ പറഞ്ഞതായിരിക്കും നെഹ്റു, എങ്കിലും നെഹ്റുവിന് ഇങ്ങനെ പറയാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അതൊരു ഒരാളുടെ സ്വകാര്യ ശേഷിയല്ല, അത് ഒരു കാലുണ്ടാക്കിയ വലിയ ബോധ്യമാണ്. ഞാൻ സാന്ദർഭ്യമായിട്ട് പറയാം. നെഹ്റുവിനെ ഗാന്ധിജിയെ കാണാനായിട്ട് മൗണ്ട് ബാറ്റൻ ഒരിക്കൽ ആശ്രമത്തിൽ ചെല്ലുന്നുണ്ട്. ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗാന്ധിജി തൻ്റെ ആശ്രമത്തിനടുത്തുള്ള ഗ്രാമവാസികൾക്കിടയിലുള്ള ഒരു തർക്കം പരിഹരിക്കുകയാണ്, മധ്യസ്ഥം പറഞ്ഞ് തീർക്കുകയാണ്. അപ്പം മധ്യസ്ഥമൊക്കെ കഴിഞ്ഞ് ഗാന്ധിജി മൗണ്ട് ബാറ്റനെ കാണാൻ വന്നപ്പോഴേക്കും ധാരാളം സമയം വൈകി, 1.5 മണിക്കൂർ കഴിഞ്ഞു. മൗണ്ട് ബാറ്റന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൻ ഗാന്ധിയോട് പറഞ്ഞു, ബാപ്പുജി, ഞാൻ ഈ രാജ്യത്തിൻ്റെ ഗവർണർ ജനറലാണ്. ഗാന്ധിജി പറഞ്ഞു, അത് ശരിയാണ്, പക്ഷെ ഈ രാജ്യം അവരുടെയാണ്. ചെറിയ വാക്യല്ല, അത് ശരിയാണ്, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഗവർണർ ജനറലാണ്, പക്ഷെ ഈ രാജ്യം അവരുടെയാണ്. ആരാണ്? പേരറിയാത്തവർ, പേരറിയാത്ത, നമ്മുടെ കാഴ്ചയിൽ ഒരിക്കലും പെടാനിടയില്ലാത്ത, നമ്മുടെ കാഴ്ചയുടെ ചക്രവാള സീമങ്ങളിൽ പോലും ഉയർന്നു പൊങ്ങാനിടയില്ലാതെ പാറിപ്പോകാവുന്ന കീടജന്മങ്ങൾ. ആ കീടജന്മങ്ങൾക്ക് കുറിച്ചിട്ടാണ് ഗാന്ധിജി പറഞ്ഞത്, രാജ്യം പക്ഷെ അവരുടെയാണ്. ഇത് വെറും വാക്കല്ല. അതുകൊണ്ടാണ് ഗാന്ധിജി വാട്ട് വിൽ ബി ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്, ഇറ്റ് വിൽ വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ഇഗാലിറ്റേറിയനായി സങ്കല്പിക്കപ്പെട്ടു, സമത്വപൂർണമായി എല്ലാ മനുഷ്യർക്കും ഇടമുള്ള, എല്ലാ മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിന്റെ ആധികാരികതയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രം വരും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ ദേശീയത ഇങ്ങനെ യൂറോപ്യൻ ദേശരാഷ്ട്ര രൂപീകരണത്തിന്റെ അടിസ്ഥാന യുക്തികൾക്കെതിരെ നീങ്ങിയ ഒന്നാണ്. അത് എക്സ്ക്ലൂസീവ് ആയിരുന്നെങ്കിൽ ഇവിടെ അത് ഇൻക്ലൂസീവായിട്ടാണ് നിലവിൽ വന്നത്. അത് ഇമ്പീരിയലിസ്റ്റിക് ആയിരുന്നെങ്കിൽ ഇന്ത്യൻ ദേശീയത അടിസ്ഥാനപരമായി ആന്റി ഇമ്പീരിയലായ ഒരു ഫ്രറ്റേണൽ ഐഡന്റിറ്റിയാണ് നിലനിർത്തിയത്, സാഹോദര്യത്തിന്റെ ഭാവത്തിലാണ് നിലനിന്നത്. യൂറോപ്യൻ നേഷൻ സ്റ്റേറ്റ്സ് സ്വയം ശാക്തിക ദേശീയതകളായി ഓരോ രാഷ്ട്രവും അതാതിന്റെ ബലത്തിൽ പെരുകാൻ ശ്രമിച്ചപ്പോൾ അഗ്രൻഡൈസിങ് നാഷണലിസം എന്നൊക്കെ നാം പറയുന്ന ബലിഷ്ഠ രാജ്യങ്ങളായി, ശാക്തിക ബലങ്ങളായി മാറിത്തീരാൻ ശ്രമിച്ചപ്പോൾ ഗാന്ധിജി ഇന്ത്യയെക്കുറിച്ച് കരുതിയത് ഇന്ത്യ ബലിഷ്ഠമായൊരു രാഷ്ട്രമായി തീരണം എന്നല്ല, മറിച്ച് മുഴുവൻ മനുഷ്യർക്കും ഇടയുള്ള ഒന്നായി തീരണം എന്നായിരുന്നു. ഇഗാലിറ്റേറിയൻ, അഗ്രൻഡൈസിങ് അല്ല, ശാക്തികമല്ല, മറിച്ച് സാഹോദര്യത്തിന്റെ, സഹഭാവത്തിന്റെ. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ, അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണ ചരിത്രത്തെ നോക്കുമ്പോൾ ഈ ഘടകങ്ങൾ പ്രധാനമായിരുന്നു. ഇന്ത്യക്കാരെ മുഴുവൻ ഒരു രാജ്യത്തിലെ പൗരന്മാർ എന്ന ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നത് സംശയരഹിതമായിട്ടും ബ്രിട്ടീഷ് വിരുദ്ധമായ സമരമുഖമായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ പല വഴികൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ, സോഷ്യലിസ്റ്റുകൾ, ഗാന്ധിയന്മാർ, കോൺഗ്രസ്സുകാർ, ഇവരൊക്കെ പല രൂപത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഒരുമിച്ച് നിന്നു. ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന സ്വത്വബോധത്തിലേക്ക് 3 പതിറ്റാണ്ട് 4 പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യക്കാർ എത്തിച്ചേർന്നു. ഞാൻ ഹിന്ദു ആയതുകൊണ്ടല്ല, ഞാൻ ഇന്ത്യക്കാരനായത് ഞാൻ ബ്രിട്ടനെതിരായതുകൊണ്ട്. ബ്രിട്ടീഷ് വിരുദ്ധതയിൽ രൂപപ്പെട്ട ഒരാധാര തത്വം ഇന്ത്യക്ക് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ ദേശീയതയുടെ രൂപീകരണ ചരിത്രത്തിന്റെ സുപ്രധാനമായ ഉള്ളടക്കം അതാണ്. പക്ഷെ അപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേശീയമായ ധാരണയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്ന, അതിൻ്റെ അടിപ്പടവിൽ പ്രവർത്തിക്കുന്ന മറ്റൊരംശമായി ഈ സാംസ്കാരിക ദേശീയതയുടെ ബലങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അത് പ്രത്യക്ഷമായി രാഷ്ട്രീയ രൂപം ആർജിച്ചില്ലെങ്കിലും ഇന്ത്യൻ ദേശീയതയുടെ സാംസ്കാരിക ആധാരമായി തീർന്നത് നിർഭാഗ്യവശാൽ ഈ ബ്രാഹ്മണ്യത്തിന്റെ യുക്തിയാണ്. ഒരുപക്ഷെ ഇന്ന് നാം ചെന്ന് നിൽക്കുന്ന പ്രതിസന്ധിയുടെ ബീജം അവിടെയാണ്. ഇന്ത്യൻ ദേശീയതയ്ക്ക് അതിൻ്റെ സാംസ്കാരിക ആധാരമായി ഇന്ത്യൻ ജനതയുടെ ഭൗതികമായ, മതനിരപേക്ഷമായ ജീവിത പ്രയോഗങ്ങളെ കാര്യമായി ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഇന്ത്യ എന്ന ചോദ്യത്തിന് ഇന്ത്യ ബുദ്ധനാണ് എന്നൊരുത്തരം ഉണ്ടായില്ല. ഇന്ത്യ വേദങ്ങളാണ് എന്നുത്തരം ഉണ്ടായി. ഇന്ത്യ ഉപനിഷത്താണ് എന്നുത്തരം ഉണ്ടായി. ഇന്ത്യ കാമസൂത്രമാണെന്നോ അർദ്ധശാസ്ത്രമാണെന്നോ പറയപ്പെട്ടില്ല. ഇന്ത്യ ആയുർവേദമാണെന്ന് പറയപ്പെട്ടില്ല. ഇന്ത്യ അധ്യാത്മമാണ് എന്ന് പറയപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആദ്യം പറഞ്ഞത് ഇന്ത്യക്കാരും കേട്ടോ, അത് മാക്സിമം ഉള്ളറൊക്കെയാണ്. ഇന്ത്യ ആത്മീയതയുടെ നാടാണെന്ന് ഇന്ത്യക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ഇന്ത്യക്കാരല്ല, അത് ബ്രിട്ടീഷുകാരാണ്. നമുക്കന്നത് സൗകര്യമായി തോന്നിയതുകൊണ്ട് നമ്മളതൊക്കെ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേശീയത രൂപപ്പെടുന്ന സമയത്ത് ഇന്ത്യൻ മധ്യവർഗം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ, തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ജീവിത സ്ഥാനങ്ങൾ മുഴുവൻ പാശ്ചാത്യ ആധിപത്യത്തിൻ്റെതാണ്. തൊഴിലുകൾ, അറിവ്, കോടതി, വിദ്യാഭ്യാസം, സ്ഥാപനങ്ങൾ സമസ്തവും ബ്രിട്ടീഷ് ആധിപത്യത്തിന് അകത്ത് നിൽക്കുന്നതാണ്. അങ്ങനെ അധിനിവേശത്തിന്റെ നടത്തിപ്പുകാരായി സ്വയം ജീവിക്കുക,
അധിനിവേശത്തിന്റെ അടിമകളായി സ്വയം ജീവിക്കുക. ഇതിനിടയിൽ തങ്ങളെവിടെ എന്ന ചോദ്യം ഇന്ത്യൻ മധ്യവർഗം അഭിമുഖീകരിച്ചപ്പോൾ അതിന് കണ്ടെത്തിയ ഉത്തരാണ് വിശുദ്ധമായൊരു പാരമ്പര്യം, ആത്മീയത കാത്തിരിക്കുന്നു. ആ ആത്മീയത യൂറോപ്പിനില്ല. അങ്ങനെ യൂറോപ്പിനില്ലാത്തതും യൂറോപ്പിനാൽ കളങ്കപ്പെടാത്തതും പാശ്ചാത്യാധിപത്യത്തിന് ഇരയായി തീരാത്തതുമായ ഒരു വിശുദ്ധ ഭൂതകാലം തങ്ങൾക്കുണ്ട് എന്ന് ഇന്ത്യൻ മധ്യവർഗം 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ സങ്കല്പിക്കുകയും അതിനെ നമ്മുടെ പാരമ്പര്യം എന്ന് തെറ്റായി ധരിക്കുകയുമാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ വളരെ ചെറിയൊരു ധാരയാണല്ലോ ഈ ഉപനിഷത്തുകൾ, വേദങ്ങൾ എന്നൊക്കെ പറയുന്നത്. ബുദ്ധനേക്കാൾ വലുതല്ല അത്. ഇന്ത്യയുടെ ഭൗതിക പ്രയോഗങ്ങളെക്കാളൊന്നും വലുതല്ല. ഇപ്പോൾ ഇന്ത്യക്കാർ ആത്മീയവാദികളാണ് എന്ന് ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ടു, ഇപ്പോഴുണ്ട്. അതുകൊണ്ട് വിശുദ്ധമായ പലതും ഇന്ത്യയിൽ സ്വയമേവ രൂപപ്പെട്ടു എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാക്സ് മുള്ളർ ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞ കൗതുകമുള്ളൊരു വാക്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ ജനതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ദേ ആർ നോട്ട് ആക്റ്റീവ്, അക്യൂസിറ്റീവ് ആൻഡ് അഗ്രസീവ്, ബട്ട് പാസീവ്, മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് എന്ന്. ദേ ആർ നോട്ട് ആക്റ്റീവ്, കർമ്മോത്സുകരല്ല. അക്യൂസിറ്റീവ്, സമ്പാദന തൽപരരല്ല. അഗ്രസീവ്, അക്രമവാസനയുള്ളവരല്ല. ബട്ട് പാസീവ്, മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ്, ധ്യാനനിരതരായ, നിസ്സംഗരായ, ആത്മാന്വേഷികളായ ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്ന് മാക്സ് മുള്ളർ ഇന്ത്യക്കാരെ പഠിപ്പിക്കേണ്ടായി. അദ്ദേഹം ഇന്ത്യയിൽ വന്നില്ല കേട്ടോ. അദ്ദേഹം ഇന്ത്യയിൽ ഒരിക്കലും വന്ന ആളല്ല. തൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ഇന്ത്യയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പോകണ്ടെന്ന് പറയുകയും ചെയ്തു. അവിടെ പോയാൽ പിന്നെ ഇതുപോലെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇന്ത്യാ ചരിത്രം ഇന്ത്യക്കാരെ പഠിപ്പിച്ച ഒരു വലിയ പണ്ഡിതനുണ്ട്, സർ വില്യം ജെയിംസ് മില്ല്. 1818 അദ്ദേഹം പുസ്തകം എഴുതി, ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് 100 കൊല്ലക്കാലം ഇന്ത്യൻ കോളേജ്, ഇന്ത്യയിലെ സർവകലാശാലകളിലും കലാലയങ്ങളിലും ICSകാർക്കും ഒക്കെ പാഠപുസ്തകമായിരുന്നത് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ജെയിംസ് മില്ലിന്റെ വിശേഷം എന്താന്ന് വെച്ചാൽ ഒരൊറ്റ ഇന്ത്യൻ ഭാഷയും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. സംസ്കൃതം അറിയില്ല, പേർഷ്യൻ അറിയില്ല, ഉറുദു അറിയില്ല, ഒരൊറ്റ ഇന്ത്യൻ ഭാഷയും അറിയില്ല. അദ്ദേഹം ഇന്ത്യയിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല. എങ്കിലും അദ്ദേഹം ഇന്ത്യ ചരിത്രം എഴുതി. അത് 100 കൊല്ലക്കാലം നമ്മളൊക്കെ പഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ രാജ്യം ഈ നിലയ്ക്കായത്. വേറെ കാര്യമൊന്നുമില്ല, അങ്ങനെ പഠിച്ചതാ. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത്. നിങ്ങളിപ്പോ ഈ കൗതുകത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാചീന ഇന്ത്യ ഹൈന്ദവമാണ് എന്ന് ആദ്യം പറഞ്ഞത് ഈ ജെയിംസ് മില്ല. 1818 മൂപ്പര് ആ പുസ്തകത്തിൽ പറഞ്ഞു, 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യ ഹൈന്ദവ ഇന്ത്യ, 12 മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യ മുസ്ലിം ഇന്ത്യ, 18-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രാചീന ഇന്ത്യ ഹൈന്ദവമായി പോയത്. വാസ്തവത്തിൽ ഹിന്ദു എന്നുള്ള വാക്കൊന്നും ഇല്ലല്ലോ. ഹിന്ദു എന്നുള്ള വാക്കൊന്നും അങ്ങനെയില്ല. AD 5-ാം നൂറ്റാണ്ടൊക്കെയായി ഈ വാക്ക് വന്നപ്പോൾ. അതിനു മുമ്പൊന്നുമില്ല. ഇത് പേർഷ്യക്കാർ തെറ്റി പറഞ്ഞുണ്ടായ വാക്കാണ്. ഈ വാക്ക് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. അത് നല്ല കൗതുകമുള്ള കാര്യമാണ്. ഹിന്ദു എന്നുള്ള വാക്ക് തന്നെ തെറ്റിദ്ധാരണയാണ്. സിന്ധു എന്നായിരുന്നു. അപ്പൊ പ്രാചീനം പേർഷ്യയില് ഉച്ചാരണ ഭേദം വന്നുണ്ടായതാണ്. പദാദിയിൽ ഹാ വന്നാൽ, സാ വന്നാൽ അത് ഹായായിട്ട് ഉച്ചരിക്കും. അങ്ങനെ സിന്ധുക്കൾ അത് ഹിന്ദുക്കളായി, അത്രേ ഉള്ളൂ. അതും ഒരു ജോഗ്രഫിക്കലായ സെൻസിലല്ലാതെ മതപരമായ അർത്ഥത്തിൽ ഹിന്ദു എന്ന വാക്ക് 19-ാം നൂറ്റാണ്ടിൽ പോലും ഇല്ല. മാർസ് 1857 കലാപത്തിന് ശേഷം ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, ഇന്ത്യ യഥാർത്ഥത്തിൽ മോചനം നേടണമെങ്കിൽ ബ്രിട്ടനിലെ തൊഴിലാളി വർഗം ബ്രിട്ടനിൽ അധികാരത്തിലെത്തുകയോ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ബ്രിട്ടീഷ് മുഖം കുടഞ്ഞെറിയുകയോ ചെയ്യണം എന്നാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്നാണ് മാർക്സ് എഴുതിയത്. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അല്ലാത്ത ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല, ഇന്ത്യക്കാർ എന്ന അർത്ഥത്തിലാണ്. RSSന്റെ വലിയ നേതാക്കളിൽ ഒരാൾ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് മാർക്സ് വരെ അംഗീകരിച്ചിട്ടുണ്ട്, ഈ മാർക്സിസ്റ്റുകാർ പക്ഷെ അംഗീകരിക്കുന്നില്ല എന്നാണ്. വലിയ ആചാര്യനാണ് അദ്ദേഹം, അങ്ങനെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ മതം തന്നെ അടിസ്ഥാനപരമായി ചരിത്രത്തിൽ വളരെ പിൽക്കാലത്തുണ്ടായതാണ്. ഹൈന്ദവം അത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അത് ബ്രാഹ്മണ്യാണ്. ബ്രാഹ്മണ മതം ഉണ്ടായിരുന്നു, അതിൻ്റെ ആചാരങ്ങളുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ജനതയിൽ വളരെ ചെറിയൊരു വിഭാഗത്തെയാണ് സ്പർശിച്ചു നിന്നത്. മറിച്ച് ഇന്ത്യൻ ജനത ജീവിതത്തിൻ്റെ പല വഴികളിലൂടെ സഞ്ചരിച്ചു. അവർ, നമ്മുടെ അമർത്യാസൻ പറയുന്നല്ലോ, ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. അവർ തർക്കിച്ചുകൊണ്ടിരുന്നു, അവർ സംവാദത്തിലേർപ്പെട്ടു, എല്ലാറ്റിനോടും ചോദ്യങ്ങൾ ചോദിച്ചു, തിരുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ആയുർവേദം ഉണ്ടായി, അങ്ങനെ രസവിജ്ഞാനം ഉണ്ടായി, അങ്ങനെ ഗണിതം ഉണ്ടായി, അങ്ങനെ പലതും ഉണ്ടായി. ഇപ്പൊ AD 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടിൽ ആര്യഭടൻ ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണ് എന്ന് പറഞ്ഞു.
AD 499. അര്യപടിയത്തിൽ ഇങ്ങനെ കാണാം. നിങ്ങൾ ഒരു തോണിയിൽ കയറി പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ നദീതീരത്തെ സസ്യലതാദികൾ അനങ്ങുന്നതായും നിങ്ങൾ അനങ്ങാതെ നിൽക്കുന്നതായും എങ്ങനെയാണോ തോന്നുന്നത്, അതുപോലെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നതായും ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായും നിങ്ങൾക്ക് തോന്നുന്നത്. AD 499. കോപ്പർനിക്കസ് ജനിച്ചത് പിന്നെ 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയൊരു അപകടമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പർനിക്കസ് പറഞ്ഞേക്കുമ്പോൾ ഇവിടെ ഇത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച ചാടി പുറപ്പെടും. ഗണപതി പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറയുന്ന കാലമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നും പൊതുവേദി പറയാറില്ല. കാരണം ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇതൊന്നും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മളായിട്ട് പറഞ്ഞു കൊടുത്ത് ഒരു കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് എത്രയോ ഭൗതിക വിജ്ഞാനങ്ങൾ, രസതന്ത്രം, തുരുമ്പിക്കാത്ത ഇരുമ്പ്, തർക്കത്തിന്റെ എത്രയോ വലിയ പാരമ്പര്യങ്ങൾ, അർത്ഥശാസ്ത്രം, കാമസൂത്രം ഒക്കെ ഉണ്ടായി. ഈ വിജ്ഞാനങ്ങളെ ഒന്നും ഇന്ത്യൻ പാരമ്പര്യത്തിൽ പെടുത്തിയില്ല. ഇന്ത്യൻ പാരമ്പര്യമായിട്ട് മാറിയത് വേദങ്ങൾ, ഉപനിഷത്വമാണ്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ പാരമ്പര്യമെന്ന് ദേശീയതയുടെ ഘട്ടത്തിൽ സങ്കല്പിക്കപ്പെട്ടത് വാസ്തവത്തിൽ പൗരസ്ത്യവാദികളായ യൂറോപ്യൻ പണ്ഡിതന്മാർ ചമച്ചുണ്ടാക്കിയ കൃത്രിമ പാരമ്പര്യമാണ്. ആ കൃത്രിമ പാരമ്പര്യത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു കടക്കാൻ വാസ്തവത്തിൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനും അന്ന് കഴിയാതെ പോയി എന്ന ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ നാഷണലിസം അത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും കൂട്ടിയിണക്കിയെങ്കിൽ ആ കൂട്ടിയിണക്കലിന്റെ ആധാരത്തെ സാംസ്കാരികമായി സന്നിവേശിപ്പിക്കാൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കഴിയാതെ പോയി. അതുകൊണ്ട് ജാതിഭേദങ്ങൾക്കും മതഭേദങ്ങൾക്കും കുറുകെ സഞ്ചരിച്ച് അവയെല്ലാം മറികടന്ന ദേശീയതയുടെ രാഷ്ട്രീയ മുഖം രൂപപ്പെട്ടപ്പോഴും രാജ്യത്തിന്റെ ആന്തരതത്വം അതിനിണങ്ങുന്നതായില്ല. അത് ബ്രാഹ്മണികമായി, അത് വേദങ്ങൾ, ഉപനിഷത്വമായി. അത് ബുദ്ധനായില്ല. ബുദ്ധൻ അടയാളമായി, ബുദ്ധൻ മൂല്യമായില്ല. ബുദ്ധൻ അടയാളമായി. സാരനാഥിലെ സിംഹങ്ങൾ വന്നു, അശോക ചക്രം വന്നു. പക്ഷേ ബുദ്ധൻ മൂല്യമായില്ല. മൂല്യമാകുന്ന ബുദ്ധൻ എന്താണ്? അത് ജാതിയില്ലാത്തതാണ്. അത് ആയില്ല. അടയാളായി, അടയാളങ്ങളായി, പലതും അടയാളങ്ങളായി. അദ്വൈത അടയാളായി, അദ്വൈതം മൂല്യമായി. അദ്വൈത അടയാളായപ്പോൾ ശങ്കരനായി, അദ്വൈതം മൂല്യമായപ്പോൾ ഗുരുവായി. അത്രേ ഉള്ളൂ. ചെറിയ വ്യത്യാസമാണ്. അദ്വൈതം ഒരു അടയാളാണെങ്കിൽ ശങ്കരാചാര്യരാണ്. വിവേകാനന്ദൻ പറയുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ, ശങ്കരനെ നോക്കൂ, എന്തൊരു ബുദ്ധിശക്തിയാണ്, എന്തൊരു പാണ്ഡിത്യമാണ്, എന്തൊരു തർക്കശേഷിയാണ്, പക്ഷേ കാരുണ്യമില്ല. വിവേകാനന്ദൻ പറഞ്ഞ വാക്യാണ്, കാരുണ്യമില്ല. കരുണയില്ലാത്ത ദൈവഭാവനയ്ക്ക് എന്തർത്ഥമാണുള്ളത്? കൊടാനുകൂടി ആളുകൾ ദൈവം എന്ന് പറഞ്ഞ് എന്തെല്ലാമോ പരിഭ്രമങ്ങളിൽ മുഴുകി ജീവിക്കുന്നല്ലോ. ഒറ്റ വാക്യം ഓർക്കാനുള്ളൂ, കരുണയാണ്. ഇപ്പൊ രാമായണ മാസമായല്ല, രാമായണ മാസമല്ല, കർക്കിടകമാണ്. പോയി രാമായണ മാസമായി. 30 കൊല്ലം ആയിട്ടുള്ളൂ കേട്ടോ കർക്കിടകൻ രാമായണ മാസമായിട്ട്. ഗാന്ധിജി പറയുന്നുണ്ട്, രാമായണത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ആരും ഓർക്കാത്തൊരു വാക്യാണ്. അദ്ദേഹം പറഞ്ഞു, ഒറ്റ വാക്ക്, ഒരേ ഒരു വാക്ക്. എന്താണത്? അരുത്. അരുത്, അത്രേ ഉള്ളൂ. എന്തിനോടാണ് അരുത്? ഹിംസയോടാണ് അരുത്. ഈ ഹിംസയോടുള്ള അരുത് എന്നുള്ള വിലക്കാണ് രാമായണം. അത് രാമായണം അവസാനം വരെ എത്തിയാൽ കാണാം. ഉത്തരരാമായണത്തിൽ എത്തുമ്പോൾ സീതയുടെ അഗ്നിപരീക്ഷ നടത്തണമെന്ന് രാമൻ പറയും. അങ്ങനെ സീത അഗ്നിപരീക്ഷയ്ക്ക് വിധേയാകണമെന്ന് പറയുമ്പോൾ അതുവരെ രാമാപദാനങ്ങൾ പാടിക്കൊണ്ടിരുന്ന വാൽമീകി അത് അവസാനിപ്പിക്കും. എന്നിട്ട് വാൽമീകി പറയുന്നൊരു വാക്യതാണ്, ഇവൾ കളങ്കിതയാണെങ്കിൽ ഇക്കാലം അത്രയും കൊണ്ട് ഞാൻ ആർജിച്ച മുഴുവൻ തപശക്തിയും പാഴായി പോകട്ടെ. വാൽമീകി പിന്നെ സീതയുടെ കൂടെയാണ്. കാരണം കവിത എന്താണ് എന്നതിന് കാളിദാസൻ ഉത്തരം കണ്ടെത്തിയത് രാമായണത്തിൽ നിന്നാണ്. രുദിതാനുസാരി കവി. കരച്ചിലിന്റെ പുറകെ പോകലാണ് കവിത. ഒരു കിളി അമ്പേറ്റ് വീഴുന്നു, കാട്ടാളനായ രത്നാകരൻ അത് കാണുന്നു, കാട്ടാളൻ കവിയായി തീരുന്നു. കാട്ടാളനെ കവിയാക്കി തീർക്കുന്നത് കരുണയാണ്. ഈ കരുണയ്ക്കപ്പുറം ദൈവത്തിന് യാതൊരർത്ഥവുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഗുരു അവസാന അനുകമ്പാദശകം എഴുതിയത്. അവസാന അനുകമ്പാദശകം, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. അവസാനത്തെ ആളെ കാണണം, അവസാനത്തെ ജന്തുവിനെ കാണുന്നു, അവസാനത്തെ ജീവനെ കാണുന്നു, അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു. അത്രയെത്തി ഗുരു. ഈ ബോധ്യത്തെയാണ് ഗുരു ദൈവമായിട്ട് കണ്ടത്. ഈ അനുഭൂതിയാണ് ഗുരു ദൈവമായിട്ട് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്വൈതം അനുഭവമായാൽ ഗുരുവായിത്തീരും, അദ്വൈതം അടയാളമായാൽ അത് ശങ്കരനായിത്തീരും. കാരണം ശങ്കരന് ജാതി ഒരു പ്രശ്നമായി തോന്നിയില്ല.
ചണ്ടാളനെതിരെ വന്നപ്പോൾ ശങ്കരൻ പറഞ്ഞു മാറിപ്പോ മാറിപ്പോ എന്ന് പറഞ്ഞു. അപ്പൊ ചണ്ടാളൻ ചോദിച്ചു അത്രേ, ഞാനാണോ മാറേണ്ടത്, എൻ്റെ ഉള്ളിലെ ചൈതന്യമാണോ മാറേണ്ടത്? അപ്പൊ ശങ്കരന് പ്രശ്നം മനസ്സിലായി. കാരണം ഈ ചൈതന്യം ഒന്നാണെന്നാണല്ലോ. അപ്പൊ മാറിയ പിന്നെ മുമ്പുരുണ്ടാവില്ല. അപ്പൊ ശങ്കരന് ബോധ്യം വന്നു അദ്വൈതെന്ന്. പിന്നെ നമ്മളൊരു ആശ്വാസത്തിന് പറഞ്ഞുണ്ടാക്കിയത് ഈ ചണ്ടാളൻ ശരിക്കും ചണ്ടാളനായിരുന്നില്ല, ശിവൻ വേറെ വേഷം മാറി വന്നാണെന്നാണ്. കാരണം ശങ്കരൻ ചണ്ടാളിന്റെ അടുത്ത് തോറ്റൂടാ. ശങ്കരൻ തോക്കാണെങ്കിൽ ചുരുങ്ങിയത് ശിവനെങ്കിലും ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ കഥ വന്നത്. ശിവൻ വേഷം മാറി വന്നു. ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണത്തിനകത്തൊരു അകമേ ഒരു പിളർപ്പ് വന്നത്? ആ പിളർപ്പ് പൊളിറ്റിക്കൽ നാഷണലിസത്തെ രൂപപ്പെടുത്തിയ ആ പൊളിറ്റിക്കൽ നാഷണലിസത്തിലേക്ക് ഉൾച്ചേർന്ന് നിന്ന ഇന്ത്യൻ ജീവിതത്തിന്റെ ബഹുത്വത്തെ, അതിൻ്റെ വൈവിധ്യങ്ങളെ, അതിൻ്റെ ആകത്തുകയെ ദേശീയതയുടെ സാംസ്കാരിക മൂലധനമാക്കി മാറ്റാൻ വാസ്തവത്തിൽ ദേശരാഷ്ട്രത്തിന് കഴിഞ്ഞില്ല. ദേശീയതയുടെ സാംസ്കാരിക മൂലധനം ബ്രാഹ്മണികമായി, ദേശീയതയുടെ രാഷ്ട്രീയ ഉള്ളടക്കം ഏകോപനത്തിൻ്റെതായി. പൊളിറ്റിക്കൽ നാഷണലിസത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ അല്ല, കൾച്ചറൽ നാഷണലിസത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ വന്നു. നാഷണലിസത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റല് ബ്രാഹ്മണിക്കായി, നാഷണലിസത്തിന്റെ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ ഈ പറയുന്ന ബ്രിട്ടീഷ് വിരുദ്ധതയായി. ഈ വൈരുദ്ധ്യം അന്ന് പരിഹരിക്കപ്പെട്ടില്ല. ഗാന്ധിജി ഇത് തിരിച്ചറിഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ. ഗാന്ധിജി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ദേശീയതയുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ അനുയായി നെഹ്റു ആണ് എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഗാന്ധിയോട് ഒരു ചർച്ചയുള്ള ആളല്ല നെഹ്റു. നമുക്കറിയാമല്ലോ, ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് ഗാന്ധിയായിട്ട് ഒരടുപ്പമില്ല. ഗാന്ധിജി പോയ വഴികളിലൊന്നും സഞ്ചരിച്ച ആളല്ല. ഗാന്ധിജി ഗ്രാമങ്ങൾക്ക് വേണ്ടി വാദിച്ചു. ഗാന്ധിജി ഗ്രാമ വ്യവസായങ്ങൾക്ക്, കുടിൽ വ്യവസായങ്ങൾക്ക് വേണ്ടി വാദിച്ചു. ഗാന്ധിജി അധ്യാത്മത്തിന് വേണ്ടി വാദിച്ചു. നെഹ്റു ഇതൊന്നിനും വേണ്ടി വാദിച്ചില്ല. നെഹ്റു വൻകിട വികസനത്തിന് വേണ്ടി, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നഗരങ്ങൾക്ക് വേണ്ടി, നാഗരികതയ്ക്ക് വേണ്ടി ഒക്കെ വാദിച്ചു. അങ്ങനെ ഏതാണ്ട് തൻ്റെ എതിരായി തീർന്ന ഒരാളെ ഗാന്ധിജി പക്ഷെ തൻ്റെ അനുയായിയായി പ്രഖ്യാപിച്ചു. തൻ്റെ പിന്തുണ ഗാന്ധിജിക്ക് കൊടുത്തു, നെഹ്റുവിന് കൊടുത്തു. എന്തുകൊണ്ടാണ് ഗാന്ധിജി തൻ്റെ പിന്തുണ നെഹ്റുവിന് കൊടുത്തത്? നെഹ്റുവിനേക്കാൾ എത്രയോ വലിയ ഗാന്ധിയന്മാർ കോൺഗ്രസിനകത്ത് അന്നുണ്ട്. രാജേന്ദ്ര പ്രസാദ്, വല്ലഭായ് പട്ടേൽ, വിനോബാ ഭാവെ, രാജഗോപാലാചാരി, ആചാര്യ കൃപലാനി, എത്ര മഹാരഥന്മാരുണ്ട്. ഒറ്റ ആളെയും ഗാന്ധിജി കൂട്ടിയില്ല. കാരണം ഇന്ത്യൻ നേഷൻ നേരിടാൻ പോകുന്ന അന്തിമമായ പ്രശ്നം അത് മതവർഗീയതയാണ് എന്ന് 1940 ആവുമ്പോഴേക്കും ഗാന്ധി തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഓർക്കണം കേട്ടോ, 1930 ഗാന്ധിജി പറയുന്ന ഒരു വാക്യം, മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമാണ്. അതായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയുടെ മതം അത് തന്നെയായിരുന്നു കേട്ടോ. ഗാന്ധിജിയുടെ മതം ഇന്ന് കൊണ്ടു കിടക്കുന്ന ഈ ഭ്രാന്തൊന്നുമല്ല. ഗാന്ധിജി പറയുന്നുണ്ട്, എൻ്റെ രാമൻ ആരാണ്? അയോധ്യയിലെ രാജാവല്ല, സീതാപതിയല്ല, ദശരഥപുത്രനല്ല. എൻ്റെ രാമൻ എൻ്റെ മനസ്സിലെ സത്യബോധത്തിന്റെ പേരാണ്. ഗാന്ധിജി അങ്ങനെ കരുതിയ മനസ്സിലെ സത്യബോധം, അവസാനിക്കാത്ത സത്യബോധം. ആ സത്യബോധം ഉടൽ പൂണ്ട് വരുമ്പോൾ രാമനായി തീരും എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. രാമായണത്തിൽ അങ്ങനെയാണ് ചോദ്യം. രാമായണം വായിക്കാത്തതിൻ്റെ സൗകര്യത്തിലാണ് രാമൻ ഇങ്ങനെ മനസ്സിലാക്കണത്. കൊന്നുസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ഗുണവാനായി, വീര്യവാനായി, സത്യവാക്കായി, ദൃഢവ്രതനായി ആരൊരുവൻ ലോകത്തിലുണ്ട് എന്ന് ചോദിക്കും. അപ്പോഴാണ് പറയുന്നത്, ദേവന്മാർക്കിടയിൽ അങ്ങനെ ഒരാളില്ല, മനുഷ്യർക്കിടയിൽ ഒരുവനുണ്ട്, ഇക്ഷാകുവംശത്തിലെ രാമൻ. ആരാണ്? ഗുണവാൻ, വീര്യവാൻ, സത്യവാക്ക്, ദൃഢവ്രതൻ, ധർമ്മിഷ്ഠൻ. വിശേഷണങ്ങൾ ഇങ്ങനെ നിരനിരയായി വരും. ഇതെല്ലാം ചേർന്നവനാണ് രാമൻ. അതായിരുന്നു ഗാന്ധിജി കരുതിയത്. ഈ രാമനിലേക്കാണ് ഗാന്ധിജി തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചത്. അങ്ങനെ മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമായിരിക്കുമെന്ന് 1930 പറഞ്ഞ ഗാന്ധിജി 1948 ജനുവരി 2 കൽക്കട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്യതാണ്, ഒരൊറ്റ ദിവസത്തേക്ക് ഞാൻ ഈ രാജ്യത്തിന്റെ പരമാധികാരിയാവുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം മതത്തെയും രാഷ്ട്രീയത്തെയും സമ്പൂർണമായി വേർപെടുത്തലായിരിക്കും. ഇത് രണ്ടും ഗാന്ധിജിയാണ് പറഞ്ഞത്. മതമില്ലാത്ത രാഷ്ട്രീയ അധാർമികമാണ് എന്നിടത്ത് നിന്ന് മതവും രാഷ്ട്രീയവും വേർപെട്ടേ തീരൂ എന്നിടത്തേക്ക് 48 ഗാന്ധിജി എത്തിച്ചേർന്നു. കാരണം 10 കൊല്ലത്തെ വർഗീയതയുടെ ചരിത്രം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം, ആധുനിക ഇന്ത്യ നേരിടാൻ പോകുന്ന അടിസ്ഥാന പ്രശ്നം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നതാണ്. അതിൽ നെഹ്റുവിനോളം ശേഷിയുള്ള, വിശ്വാസ്യതയുള്ള മറ്റൊരു നേതാവും കോൺഗ്രസിലില്ല എന്ന് ഗാന്ധിജിക്ക് നല്ല ബോധ്യമുണ്ടായി. അതുകൊണ്ട് തൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച ആളെയല്ല കൂടെ കൂട്ടിയത്. ഓർക്കണം കേട്ടോ, അത് ഈ വലിയ നേതാക്കളുടെ ലക്ഷണമാണ്. ചെറിയ നേതാക്കൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പറഞ്ഞത് അതുപോലെ കേൾക്കുന്നവരെ കൂടെ കൂട്ടും. വലിയ നേതാക്കൾ താൻ പറഞ്ഞതിനെതിരെ പോയവരെ കൂടെ കൂട്ടും. നാരായണ ഗുരുവിൻ്റെ അടുത്ത് അയ്യപ്പൻ മാഷി എന്നു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നാണല്ലോ. അയ്യപ്പൻ മാഷ് ബദൽ മുദ്രാവാക്യമായിട്ടാണ് ചെന്നത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്.
എന്നിട്ട് ചോദിച്ചു, സ്വാമി ഇങ്ങനെ ആയാലോ? ഗുരു പറഞ്ഞു, ഇതായാലും മതി. അങ്ങനെ ഗുരു ദൈവദശകം എഴുതി. ദൈവദശകം 1915 ഇപ്പൊ 100 വർഷം കഴിഞ്ഞു. എല്ലാ വീട്ടിലും മുടിഞ്ഞ പ്രാർത്ഥനയായിരുന്നു. എന്താ ബലം ഉണ്ടായി എന്ന് അറിഞ്ഞൂടാ. ദൈവദശകത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഗുരു ദൈവങ്ങളെ മുഴുവൻ മതങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി. ദൈവദശകത്തിന്റെ ആദ്യ ശ്ലോകം ഗുരുവിന്റെ ദൈവസങ്കല്പത്തിനെതിരാ. ഗുരു അദ്വൈതിയാ. ദൈവദശകം തുടങ്ങുന്നത് ദ്വൈതത്തിലാ. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ. അങ്ങനെ ഒരു ദൈവത്തെ ഗുരു കണ്ടിട്ടില്ല. തത്വമസി. കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു, നോക്കിയാൽ നിങ്ങളെ കാണും, അതിനപ്പുറം ദൈവമൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥനയില് അങ്ങനെയല്ല. കാരണം മഹാഭൂരിപക്ഷം മനുഷ്യരും ദൈവത്തെ കാണുന്നത് എങ്ങനെയാണോ അവിടെ നിന്ന് തുടങ്ങണം. ഗുരു തുടങ്ങുന്നത് തന്നിൽ നിന്നല്ല, താനല്ലാത്തവരിൽ നിന്നാണ്. നമ്മുടെ തുടക്കത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം ഒടുക്കവും നമ്മി തന്നെയാണ്. KGS കവിതയിൽ പറയും, ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നോട്. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ. അതാ, കഴിയുന്നില്ല, അത് അവസാനിക്കുന്നേ ഇല്ല. അങ്ങനെയാണ്. ഗുരു തന്നെ കണ്ടില്ല, അതുകൊണ്ട് അപ്പുറത്തുനിന്ന് തുടങ്ങി. താനല്ലാത്തവരിൽ നിന്ന്, തന്റെ തത്വത്തിൽ നിന്നല്ല. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻ പദം. 3-ാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അപ്പവും വസ്ത്രവും നൽകുന്ന ദൈവം ക്രിസ്തു മതത്തിലെ ദൈവമാണ്. ഗുരു അതിനെ കൊണ്ടുവന്നു. കുറെ കഴിയുമ്പോൾ ബുദ്ധനെ കാണാം. ജയിക്കുക മഹാദേവ, ജയിക്കുക ദയാസിന്ധോ, ദീനാവന പരായണ. ഏറ്റവും അവസാനം ഗുരു തന്റെ ദൈവത്തെക്കുറിച്ച് കൂടി പറയും. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. താനായിട്ടൊരു ദൈവമല്ല. ലോകത്ത് ദൈവാനുഭവത്തിന്റെ നാനാരൂപങ്ങൾ. ആ രൂപങ്ങളിലൊക്കെ ഒരുപോലെ ദൈവം. അതായിരുന്നു ഗുരു. ഞാൻ സന്ദർഭമായിട്ട് പറഞ്ഞതാണ്. ഗുരുവിന് മതം ഉണ്ടായിരുന്നു, അത് ഇന്നുള്ള ഒരു മതമല്ല. ഗുരുവിന് ദൈവഭാവന ഉണ്ടായിരുന്നു, അത് ഈ നാമായി ചുമന്നു കിടക്കുന്ന ദൈവങ്ങളൊന്നുമല്ല. ഗുരുവിന്റെ ദൈവഭാവനയുടെ കാതൽ താനല്ലാത്തവരാണ്. താനല്ലാത്തവരാണ്. അതുകൊണ്ടാണ് അയ്യപ്പ മാഷ് ദൈവദശകത്തിന് ബദലായിട്ട് സയൻസ് ദശകം എഴുതി. 1915 ദൈവദശകം. അയ്യപ്പ മാഷ് 17 സയൻസ് ദശകം എന്ന് പറഞ്ഞ് 10 ശ്ലോകം എഴുതി. അപ്പൊ ഗുരുവിനോട് പറഞ്ഞു, സ്വാമിക്കെതിരെ ഇങ്ങനെ ഒരു സയൻസ് ദശകം അയ്യപ്പ മാഷ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു, ഇനി എല്ലാവരും ദൈവദശകം വായിച്ചിട്ട് കൂടെ സയൻസ് ദശകം കൂടി വായിക്കണം. ഇത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല മറുപടി ഇതൊന്നുമല്ല. വാഗ്ബടാനന്ദൻ ഒരിക്കൽ ഗുരുവായിട്ട് തർക്കിക്കാൻ ചെന്നു. വാഗ്ബടാനന്ദൻ മഹാതാർക്കികനാണ്, ഭയങ്കര തർക്കപണ്ഡിതനാണ്. അപ്പോൾ സംഭാഷണമധ്യേ വാഗ്ബടാനന്ദൻ പറഞ്ഞു, ഈ വിഗ്രഹപ്രതിഷ്ഠ ശരിയല്ല. ഗുരു പറഞ്ഞു, അത് ശരിയാണ്, വിഗ്രഹപ്രതിഷ്ഠ ശരിയല്ല. ഇപ്പൊ ഈ മൂപ്പര് എല്ലാ ദിവസവും പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അവസാനം പറഞ്ഞു, ഇക്കാര്യത്തിൽ എനിക്ക് അങ്ങയുടെ അഭിപ്രായമല്ല. വിഗ്രഹപ്രതിഷ്ഠയുടെ കാര്യത്തിൽ വാഗ്ബടാനന്ദൻ പറയാണ്, ഇക്കാര്യത്തിൽ എനിക്ക് അങ്ങയുടെ അഭിപ്രായമല്ല. ഗുരുവിന്റെ മറുപടി, നമുക്ക് അങ്ങയുടെ അഭിപ്രായമാണ്. ഗുരു തന്നെ ഒരു തർക്കത്തിൽ കക്ഷി ചേർക്കാൻ ഒരാളെയും അനുവദിച്ചിട്ടില്ല. നിങ്ങൾ അപ്പുറം നിന്ന് എന്നോട് തർക്കിക്കാൻ വന്നാല് ഗുരു എൻ്റെ കൂടെ കൂടും. ഒരു ക്രൈസ്തവ പുരോഹിതൻ ഗുരുവിനോട് ചെന്ന് ദീർഘമായി സംസാരിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ക്രിസ്തു മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു ചോദിച്ചു, താങ്കൾക്ക് എത്ര വയസ്സായി? 40 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞത്, ഞാൻ താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനിയാണല്ലോ. ക്രിസ്തുമതത്തിൽ ചേരാൻ പറ്റില്ല. പല മതസാരവും ഏകം. ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇന്ന് ഗുരുവിനെ മനസ്സിലാവാഞ്ഞിട്ടാണ്. ഗുരു ചോദിക്കുന്നൊരു ലളിതമായ കാര്യമുണ്ട്. നിങ്ങൾ ക്രിസ്തു മതത്തിന്റെ കാതൽ സ്നേഹമാണ് എന്ന് പറയുന്നു, മുഹമ്മദ് മതം സാഹോദര്യമാണ് എന്ന് പറയുന്നു. തുടർന്ന് ഇങ്ങനെ ഒരു ചോദ്യം, സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ലെന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? മതം നിങ്ങൾക്ക് അനുഭൂതിയാണോ? മതഭേദമില്ല. മത ആചാരാണോ? മതഭേദമുണ്ട്. അത്രേ ഉള്ളൂ. അനുഭൂതിയായി തീർന്നാൽ മതമില്ല. സ്നേഹമാണെങ്കിൽ പിന്നെ ആ സ്നേഹത്തിന് ക്രിസ്ത്യാനി എന്ന് ഭേദമില്ല. സ്നേഹം സാർവത്രികമായിത്തീരും. സ്നേഹം പ്രപഞ്ചത്തോളം വളരും. അവിടെയാണ് ഗുരു പറഞ്ഞത്, ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. അവിടം വരെ എത്തും. സ്നേഹാനുഭവമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയാവാൻ മതം മാറണ്ട. ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നു, സാഹോദര്യം ഉള്ളിൽ വസിക്കുന്നു, കരുണ ഉള്ളിൽ വസിക്കുന്നു, ഏകം ഉള്ളിൽ വസിക്കുന്നു, പല മതസാരവും ഏകം. അതുകൊണ്ട് ഗുരു മതത്തെ കണ്ടത് മതത്തിന്റെ കാതലായ ഹൃദയാനുഭവമായാൽ പിന്നെ നിങ്ങൾ മതത്തിൽ നിന്നാ മതി, മതം നിങ്ങളെ മതത്തിന് പുറത്തു കൊണ്ടുപോകും.
മതം അനുഭൂതിയാകാതെ മതം ആചാരമാകുമ്പോൾ, നിങ്ങളുടെ ആചാരം മാത്രമായി നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളുടെ ആചാരമല്ലാത്തതെല്ലാം നിങ്ങളുടെ മതത്തിന് പുറത്താണ് എന്ന് നിങ്ങൾ വ്യാജമായി ധരിക്കും. അതിനെ ഗുരു വിളിച്ചത് പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടയണം. പാമരത്വം, പലതായി പിരിയുന്ന മതം എന്നത് പാമരത്വമാണ് എന്ന് ഗുരു കരുതിയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ഗുരുവായി തുടങ്ങുന്നതല്ല, ബുദ്ധനിൽ തുടങ്ങിയതാണ്. ബുദ്ധനിൽ തുടങ്ങിയതാണ് ഇന്ത്യയുടെ താർക്കിക പാരമ്പര്യം, സംവാദത്തിന്റെ പാരമ്പര്യം. ഗുരു അതുകൊണ്ടാണ് പറഞ്ഞത് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാൻ, അനുഭവിക്കാൻ. അങ്ങനെ അറിഞ്ഞ് അനുഭവിച്ചുണ്ടായ വിജ്ഞാനത്തിന്റെ വൈഭവങ്ങളുടെ ഒരു സുദീർഘ പാരമ്പര്യം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടെങ്കിലും ആ പാരമ്പര്യത്തെ നമ്മുടെ ദേശീയ പാരമ്പര്യമാക്കാൻ നമുക്ക് പറ്റിയില്ല. നമ്മുടെ ദേശീയ പാരമ്പര്യത്തിലേക്ക് ഈ ബ്രാഹ്മണ്യത്തിന്റെ പിടിമുറുകി. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ പ്രശ്നം തിരിച്ചറിഞ്ഞതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഗാന്ധിജി നെഹ്റുവിനെ തന്റെ അനുയായിയായി പ്രഖ്യാപിച്ച് തന്റെ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്ന ആളുകളെ തന്റെ വഴിയിൽ നിന്ന് കുറച്ചുകൂടി അകറ്റി നിർത്തുന്ന നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഗാന്ധിജിക്കും വാസ്തവത്തിൽ ഇന്ത്യൻ നേഷന്റെ ഈ അടിസ്ഥാനപരമായ രാഷ്ട്രീയ ഉള്ളടക്കത്തെ പിന്നീട് സംരക്ഷിക്കാൻ കഴിയണ്ടായില്ല. ആന്റി ഇമ്പീരിയൽ നാഷണലിസത്തിന്റെ ഘട്ടം കഴിഞ്ഞ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യ ഒരു ആധുനിക ദേശരാഷ്ട്രമായി മാറിയ ഇന്ത്യ അതിൻ്റെ ദേശീയതയെ ആന്റി ഇമ്പീരിയൽ എന്ന പോപ്പുലർ, ജനകീയവും സാമ്രാജ്യവിരുദ്ധവുമായ രാഷ്ട്രീയ ദേശീയതയിൽ നിന്ന് സ്റ്റേറ്റ് നാഷണലിസം, ഭരണകൂട ദേശീയത എന്നതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഭരണകൂടം ദേശീയതയെ നിർവചിക്കാൻ തുടങ്ങി. ഭരണകൂടം ദേശീയതയെ നിർവചിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങളുടെ വൈവിധ്യങ്ങൾക്ക് മുകളിൽ, ആ വൈവിധ്യങ്ങൾ ചേർന്നുണ്ടാകുന്ന കൂടിക്കലർപ്പുകൾക്ക് മുകളിൽ സംസ്കാരത്തിന്റെ ഏകമുഖം ദേശീയതയുടെ ബിംബമായി തെളിയാൻ തുടങ്ങി. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് നൃത്തസംഘങ്ങൾ പോയി, ഇന്ത്യൻ നൃത്തം അവതരിപ്പിക്കാൻ പോയി. ക്ഷണിക്കപ്പെട്ടവരിൽ കലാക്ഷേത്രത്തിന്റെ സ്ഥാപകയായ രുക്മിണി ദേവി അരുണ്ടേൽ ഉണ്ടായിരുന്നു. ദേവദാസി നൃത്ത പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ നർത്തകിയായ ബാലസരസ്വതി ഉണ്ടായിരുന്നു. ബാലസരസ്വതിയും രുക്മിണി ദേവിയും ഡൽഹിയിൽ ചെന്നതിന് ശേഷം ബാലസരസ്വതിയുടെ നൃത്തം വേണ്ടത്ര ഭാരതീയമല്ല എന്ന് പറഞ്ഞ് ബാലസരസ്വതി ഇന്ത്യൻ നൃത്ത സംഘത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഒരു തവണയല്ല, അനവധി തവണ. ആരാണ് ബാലസരസ്വതി? 400 കൊല്ലം നിലനിന്ന നൃത്ത പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിനിധിയായിരുന്നു അവരെക്കാൾ വലിയ നർത്തകി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. കെ വി നാരായണസ്വാമി പറയും, ഞാൻ പാടുമ്പോൾ ബാലസരസ്വതിയുടെ നൃത്തം ഓർക്കും. കാരണം ഉടൽപൂണ്ട സംഗീതമായിരുന്നു. പാട്ടിനെ ഉടലാക്കി മാറ്റിയ നർത്തകിയായിരുന്നു, അപാര ഗായികയായിരുന്നു അവര്. അങ്ങനെ 400 കൊല്ലത്തെ ഇടമുറിയാത്ത ഒരു പാരമ്പര്യത്തിന്റെ ഇങ്ങേ തലയ്ക്കൽ നിന്ന നർത്തകിയായ ബാലസരസ്വതി പക്ഷെ ഇന്ത്യൻ നൃത്തത്തിന്റെ പ്രതിനിധിയാകാൻ വേണ്ടത്ര യോഗ്യല്ലാതായി തീർന്നു. ബാലെ ആദ്യം പഠിക്കുകയും 30-ാം വയസ്സിൽ ഭരതനാട്യം പഠിച്ചു തുടങ്ങുകയും 5 കൊല്ലം കൊണ്ട് ഭരതനാട്യം അവതരിപ്പിക്കുകയും കലാക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്ത രുക്മിണി ദേവി അരുണ്ടേൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ പ്രതിനിധിയായി തീർന്നു. ഞാൻ അരുണ്ടേൽ മോശം, ബാലസരസ്വതി കേമെന്ന് പറയല്ല, മറിച്ച് എന്തായി ഇന്ത്യൻ പാരമ്പര്യം എന്നതിനുള്ള ഉത്തരാണ്. സ്റ്റേറ്റ് നാഷണലിസം വരുന്നു. ഇന്ത്യയിൽ ജീവിച്ച നൃത്തം പുറത്തായി, കെട്ടിച്ചമച്ചുണ്ടാക്കിയ നൃത്തം ദേശീയ നൃത്തമായി. ജീവിച്ചതെല്ലാം പുറത്തായി. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ദേശീയതയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ ദേശീയ സംസ്കാരത്തിന്റെ ആധാരഭൂതങ്ങളിലൊന്നാണ് അർത്ഥശാസ്ത്രം എന്ന് നാം പറയില്ല, കാമസൂത്രം എന്ന് പറയില്ല, ഗണിതം പറയില്ല. പറയുന്നത് എന്താണ്? അത് വേദാണ്, ഉപനിഷത്താണ്. അങ്ങനെ ജീവിച്ചതിനെ പുറത്താക്കി ജീവിക്കാത്ത ആചാരങ്ങളെ, കേവല മൂല്യങ്ങളെ പാരമ്പര്യത്തിന്റെ സുദൃഢരൂപമാക്കി മാറ്റിക്കൊണ്ട് ദേശീയതയുടെ കാലത്തെ സമരോത്സുകമായ, ജനകീയമായ, സാമ്രാജ്യവിരുദ്ധമായ ദേശീയതയുടെ ഉള്ളടക്കത്തെ നമ്മുടെ ദേശരാഷ്ട്രത്തിന്റെ ആദ്യഘട്ടം തന്നെ കൈവിടുകയും സ്റ്റേറ്റ് നാഷണലിസം, ഭരണകൂടപരമായ ദേശീയത എന്നൊരു യുക്തി അതിനു മുകളിൽ മേൽക്കൈ നേടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഭരണകൂടപരമായ ദേശീയതയാണ് ഏതാണ്ട് 30 വർഷക്കാലത്തോളം 1950-കൾ മുതൽ 3-4 പതിറ്റാണ്ട് കാലം പല രൂപത്തിൽ നിലനിന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന് നാം പുറമേക്ക് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഫലത്തിൽ ഏകത്വത്തിലേക്ക് എല്ലാ നാനാത്വങ്ങളെയും ബലമായി സംഗ്രഹിക്കുന്ന ഒരാധിപത്യ യുക്തിയായി നമ്മുടെ ദേശീയത പതിയെ മാറിക്കൊണ്ടിരുന്നു.
അതുകൊണ്ട് ഈ ആധിപത്യത്തിന്റെ യുക്തി ബലിഷ്ഠമായിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും തുല്യ ഇടമുണ്ടോ? എല്ലാവരും തുല്യ മനുഷ്യരായി തീർന്നോ? ഇന്ത്യൻ പൗരൻ എന്നതിൻ്റെ മാനദണ്ഡമായി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ആദിവാസി എപ്പോഴെങ്കിലും ഉയർന്നു വന്നോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടതേയില്ല. ആരാണ് ഇന്ത്യൻ പൗരൻ? എന്താണ് ഭാരതം? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണികമായ സവർണമായ മൂല്യങ്ങളായിരുന്നു. ദേശീയ പ്രസ്ഥാനം പക്ഷെ അതായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഭരണകൂടപരമായി നിർവചിക്കപ്പെടുന്ന ദേശീയതയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ദേശീയതയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വമ്പിച്ച ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു വിചാര മാതൃകാപരമായ വൻ വ്യതിയാനം അരങ്ങേറിക്കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഞാൻ ഈ പറഞ്ഞത്. ഈ ബാലസരസ്വതിക്ക് മുകളിൽ ഉയർന്നു പൊങ്ങിയ രുക്മിണി ദേവിയുടെ നൃത്ത പാരമ്പര്യം. ഇതേത് ശരി ഏത് തെറ്റെന്നല്ല. രുക്മിണി ദേവി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് കാര്യങ്ങൾ. അത് ദേവദാസി നൃത്തത്തിൽ സതിരിലുണ്ടായിരുന്ന ഇന്ദ്രിയമോദകമായ ശാരീരികതയുടെ ആവിഷ്കാരങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കി. ശൃംഗാരത്തിന് പകരം ഭക്തിയെ കൊണ്ടുവന്നു, കൃഷ്ണന് പകരം രാമനെ കൊണ്ടുവന്നു, ക്ഷേത്രജ്ഞന് പകരം സംസ്കൃത ത്യാഗരാജ കീർത്തനങ്ങൾ വന്നു. കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്. എന്തായിരുന്നു ക്ഷേത്രജ്ഞൻ? ക്ഷേത്രജ്ഞന്റെ പദങ്ങൾ ശരീരത്തിന്റെ രതിവിലാസങ്ങളുടെ ആഘോഷമായിരുന്നു. ശൃംഗാരം പൂത്തുലയുന്ന പദങ്ങളായിരുന്നു. ആ ശൃംഗാരത്തിന്റെ കേന്ദ്രത്തിൽ കൃഷ്ണൻ ഉണ്ടായിരുന്നു, മുരുകൻ ഉണ്ടായിരുന്നു. ഈ മുരുകനും കൃഷ്ണനും പകരം സാനിറ്റൈസ് ചെയ്യപ്പെട്ട രാമൻ കയറി വന്നു. ക്ഷേത്രജ്ഞന് പകരം ത്യാഗരാജൻ വന്നു, കീർത്തനങ്ങൾ വന്നു. ശൃംഗാരത്തിന് പകരം ഭക്തി വന്നു, നാനാത്വത്തിന് പകരം ഏകത്വം വന്നു. വന്ന ഏകത്വത്തിന്റെ കഥയാണത്. ഇങ്ങനെ ഏകത്വം വന്നതോടെ രാഷ്ട്രത്തിന്റെ പാരമ്പര്യം ആരുടെ പാരമ്പര്യമാണ് എന്നതിന് വളരെ എളുപ്പ ഉത്തരം കിട്ടുകയുണ്ടായി. അത് ബ്രാഹ്മണ്യത്തിന്റെ പാരമ്പര്യമാണ്. ആദിവാസി കലകൾ പുറത്തായി, നാടോടികൾ പുറത്തായി. ആരാണ് ദേശീയതയുടെ ചിത്രകാരൻ എന്നതിന് പുതിയ ഉത്തരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ദേശീയത എന്താണ് എന്ന ചോദ്യത്തിന് ഒരു കാലത്ത് ഉത്തരം ഉണ്ടായിരുന്നു. ജാമിനി റായ് പടം വരച്ചിട്ട് അടിയിൽ ഒപ്പുവെക്കാതിരുന്നു. കാളിഘട്ടിലെ മനുഷ്യർ വരച്ചുണ്ടാക്കുന്ന വരകളുടെ അതേ പാറ്റേണിൽ അദ്ദേഹം ചിത്രം വരച്ചിട്ട് ഇതാണ് ചിത്രം എന്ന് കരുതാൻ തുടങ്ങി. കാരണം അതിനു മുമ്പ് ഭാരതീയതയെ നിർവചിക്കാൻ ഇന്ത്യൻ ചിത്രകലയിൽ ഒരു ശ്രമം നടന്നിരുന്നു. ബംഗാൾ സ്കൂൾ, അവനീന്ദ്രനാഥ ടാഗോർ, അല്ലെങ്കിൽ ഇ ബി ഹാവേല്, അനന്തകുമാരസ്വാമി, സിസ്റ്റർ നിവേദിത, ഓക്കാക്കുറ, ഒരുപാട് പേർ ചേർന്ന് ഭാരതീയത ഉണ്ടാക്കി. ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, ഭാരതമാതാവ് അവനീന്ദ്രനാഥ് വരച്ചൊരു ചിത്രം കൂടിയാണ്. ഭാരതമാതാവ് എന്നുള്ളത് ബംഗമാത എന്ന പേരിലാണ് ആദ്യം വരച്ചത്. പിന്നീടാണ് അതിന് ഭാരതമാതാവ് എന്ന പേര് വന്നത്. ആദ്യം ബംഗാളിന്റെ മാതാവായിരുന്നു. ബംഗാൾ ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നതാണല്ലോ, അങ്ങനെ ആയതാ ബംഗമാത. പിന്നെ ഭാരതമാതാവായി. ആ ഭാരതമാതാവിന്റെ രൂപമൊക്കെ പോയിട്ട് ആ ഭാരതമാതാവിന്റെ ചിത്രം കണ്ടാൽ ഇത്ര അക്രമോത്സുകമൊന്നുമല്ല. വളരെ പ്രശാന്തയായ, കയ്യിൽ ഒരു കമണ്ടലുവും കാവ്യൊക്കെ ഉണ്ടെങ്കിലും താരതമ്യേന സ്വച്ഛശാന്തയായ ഒരു സ്ത്രീയാണ്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് ഭാരതമാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. ഇപ്പൊ രാമായണത്തിലെ രാമൻ എവിടെ പോയി? നമ്മുടെ കവലയിൽ നിൽക്കുന്ന രാമൻ എവിടെയായി? അല്ലെ, കൊലച്ചു പിടിച്ച ഒരു അസ്ത്രവുമായിട്ട് രാമൻ കാത്തു നിൽക്കുന്നു. ആരാണ് അടുത്തത്? വാൽമീകി പറഞ്ഞത് ഗുണവാൻ കശ്ച വീര്യവാൻ, ഗുണവാനായി, വീര്യവാനായി, സത്യവാക്കായി, ദൃഢവ്രതനായി ആരൊരുവൻ. അതെല്ലാം പോയി, പകരം ഇത് വന്നു. ഇതുപോലെ വാസ്തവത്തിൽ ഈ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പത്തിന്റെ ആദ്യാവതാരകൻ ബങ്കിംചന്ദ്രനാണ്, ബങ്കിംചന്ദ്ര ചാറ്റർജി. പിന്നെ ഈ ആനന്ദകുമാരസ്വാമി, അവനീന്ദ്രനാഥ ടാഗോർ, ബംഗാൾ സ്കൂളിന്റെ വഴിയിലാണ് നന്ദലാൽ ബോസ് പടം വരച്ചു തുടങ്ങിയത്. കെ ജി സുബ്രഹ്മണ്യൻ അവനീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവനീന്ദ്രനാഥ് ഇന്ത്യ കണ്ടത് തൻ്റെ കൊട്ടാരത്തിന്റെ 2ാം നിലയുടെ മട്ടുപ്പാവിലിരുന്നിട്ടാണ് എന്നാണ്. അതുകൊണ്ട് അവനീന്ദ്രനാഥ് റോട്ടിലിറങ്ങിയില്ല. റോട്ടിലിറങ്ങിയ ആളായിരുന്നു നന്ദലാൽ ബോസ്. അദ്ദേഹം ത്രിപുരി കോൺഗ്രസിന് പോസ്റ്റർ വരയ്ക്കാൻ പോയി. അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ അവനീന്ദ്രനാഥും ബംഗാൾ സ്കൂളും പറഞ്ഞുണ്ടാക്കിയതല്ല ഭാരതീയത. അജന്ത പോലും ഇവർ വരച്ചതല്ല. അദ്ദേഹം ഇതെല്ലാം വിട്ട് അദ്ദേഹം വേറൊരു വരയിലേക്ക് പോയി. വേറൊരാളായിരുന്നു ജാമിനി റായ്.
അദ്ദേഹം കാളിഘട്ടിലെ രൂപങ്ങളിൽ നിന്ന് ഒരു ചിത്രഭാഷ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. കാളിഘട്ടിലെ പേരറിയാത്ത മനുഷ്യർ വരയ്ക്കുന്ന വരകളെ തൻ്റെ ചിത്രഭാഷയുടെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇതാണ് ഇന്ത്യ എന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞ ആളുടെ പേരാണ് ജാമിനി റായ്. അദ്ദേഹം ചിത്രത്തിന് താഴെ ഒപ്പിട്ടില്ല, ഇതെന്റെ പടമല്ല, ഈ ജനതയുടെ മനുഷ്യവംശത്തിന്റെ ചിത്രം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. നിർഭാഗ്യവശാൽ ജാമിനി റായിയുടെ പാരമ്പര്യത്തെ, നന്ദലാൽ ബോസിന്റെ പാരമ്പര്യത്തെ ഒക്കെ ഭാരതീയതയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതെ പോയി. അങ്ങനെ പ്രാന്തവൽകൃത ജനത, ജീവിതത്തിന്റെ ഭൗതിക പ്രയോഗങ്ങളിൽ ആണ്ടുമുഴുകിയ കോടാനുകോടി മനുഷ്യർ, ചോദ്യങ്ങൾ ഉന്നയിച്ചവർ, ഇവരൊക്കെ പോയി. അമർത്യാസൻ പറയുന്നൊരു കാര്യമുണ്ട്, മഹാഭാരതം പോയി ഭഗവത്ഗീത വന്നു. അത് വളരെ പ്രധാനപ്പെട്ട രാശിയാണ്. അമർത്യാസൻ പറയുന്നുണ്ട്, വാസ്തവത്തിൽ മഹാഭാരതത്തിന്റെ ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ അർജുനൻ ചോദിക്കുന്ന മർമ്മസ്പർശിയായ ചോദ്യം ഉണ്ടല്ലോ, ഈ യുദ്ധം കൊണ്ട് എന്ത് കാര്യം കൃഷ്ണ? ഇക്കണ്ട മനുഷ്യരെ മുഴുവൻ കൊന്നടുക്കിയിട്ട് ജയിച്ചിട്ട് എന്തിനാണ്? അതിനുള്ള ഉത്തരമാണ് ഭഗവത്ഗീത. നീ മരിക്കുന്നില്ല, നീ കൊല്ലുന്നില്ല, കൊല്ലുന്നത് ശരീരം, കൊല്ലപ്പെടുന്നതും ശരീരം, ആത്മാവ് തുടരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അമർത്യാസൻ അവസാനം പറയുന്നത്, പക്ഷേ മഹാഭാരത അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണൻ പറഞ്ഞ ഉത്തരമല്ല ശരി, അർജുനൻ ചോദിച്ച ചോദ്യമായിരുന്നു ശരി. സ്വജനം ഹി കഥം ഹത്വ സുഖിനശ്യാമ മാധവ. ഈ കണ്ട മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് നേടുന്ന വിജയത്തിന് എന്തർത്ഥം കൃഷ്ണ എന്ന ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യമാണ് ജയിച്ചത്, ആ ചോദ്യമാണ് നിന്നത്. 19-ാം ദിവസം നേരം പുലരുമ്പോൾ മുഴുവൻ ഇല്ലാണ്ടായി. 40 ലക്ഷം പേർ 18 അക്ഷൗഹിണി പങ്കെടുത്ത യുദ്ധത്തിൽ അവശേഷിച്ചത് 9 പേർ. പാണ്ഡവർ പക്ഷത്ത് 6 പേർ, കൗരവപക്ഷത്ത് 3 പേർ. ആര് ജയിച്ചു? അമർത്യാസൻ അതാ പറയുന്നത്, ഉത്തരം ശരിയായത് കൃഷ്ണന്റെ അല്ല, ചോദ്യം ശരിയായിരുന്നത് അർജുനന്റെയാണ്. അതുകൊണ്ട് അർജുനന്റെ ചോദ്യമായിട്ട് വേണം മഹാഭാരതം വായിക്കാൻ, കൃഷ്ണന്റെ ഉത്തരമായിട്ടെന്നല്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആധുനിക ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്നറിയോ? മഹാഭാരതത്തിന്റെ ഒരു സാന്ദർഭിക ഭാഗമായിരുന്ന ഭഗവത്ഗീത പിന്നെ എന്തായി തീർന്നു എന്ന് വെച്ചാൽ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണ് മഹാഭാരതം എന്നിടത്തെത്തി. അരവിന്ദ ഘോഷ് പറയുന്നുണ്ട്, മഹാഭാരത ഇറ്റ് ഈസ് ഓൺലി ആൻ എപ്പിക് കമന്ററി ഓഫ് ഭഗവത്ഗീത. ഗീതയുടെ ഒരു വ്യാഖ്യാനം മാത്രമാണ്, ഇതിഹാസ രൂപമാർന്ന വ്യാഖ്യാനാണ് മഹാഭാരതം എന്ന് അരവിന്ദ ഘോഷ് പറഞ്ഞു. നമ്മുടെ ദേശീയതയുടെ ചരിത്രം ബുദ്ധനെ വിട്ടു, നമ്മുടെ ദേശീയതയുടെ ചരിത്രം ഗീതയെടുത്തു. ഗീത ദേശീയതയുടെ ആധാര ഗ്രന്ഥങ്ങളിൽ ഒന്നായി എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ നാഷണലിസ്റ്റ് രൂപപ്പെടുത്തിയ ബഹുത്വത്തിന്റെ, മതനിരപേക്ഷതയുടെ, സാഹോദര്യത്തിന്റെ മണ്ഡലത്തെ സാംസ്കാരിക മൂലധനമാക്കുന്നതിൽ ഇന്ത്യൻ ദേശീയത നേരിട്ട പരാജയത്തിന്റെ അടയാളം കൂടിയാണ് ഗീതയുടെ ദേശീയ ആധ്യാത്മിക ഗ്രന്ഥ പദവി. കാരണം ഗീത അന്തിമമായി പറഞ്ഞുറപ്പിക്കാൻ ശ്രമിച്ചത്, ധർമ്മ സംസ്ഥാപനം എന്ന പേരിൽ ഗീത പറഞ്ഞുറപ്പിക്കാൻ ശ്രമിച്ചത് വർണ്ണ സംസ്ഥാപനമാണ്. വർണ്ണവ്യവസ്ഥയാണ്. എന്തായിരുന്നു ഗീതയുടെ ധർമ്മം? വർണ്ണധർമ്മമായിരുന്നു ഗീതയുടെ പ്രശ്നം. ആ വർണ്ണധർമ്മത്തിനാണ് ഗീത ഊന്നിയത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹത്തായ കീഴാള കവികളിൽ ഒരാൾ പോലും ഗീതയെക്കുറിച്ച് മിണ്ടാതിരുന്നത്. ഗുരുവടക്കം ഗീതയെക്കുറിച്ച് മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ദേശീയതയുടെ ഭൗതികാധാരങ്ങളെ, അതിൻ്റെ വൈവിധ്യത്തെ, അതിൽ പ്രവർത്തിച്ച നാനാതരം ജീവിതക്രമങ്ങളെ, ബഹുത്വത്തെ മുഴുവൻ തമസ്കരിക്കുന്ന ഏകമാനമായ ഒരു സാംസ്കാരിക യുക്തി വാസ്തവത്തിൽ നമ്മുടെ ദേശീയതയുടെ പിൽക്കാലത്തിൽ, പ്രത്യേകിച്ചും ദേശരാഷ്ട്രത്തിൻ്റെ ഭരണകൂടപരമായ ദേശീയതാ സങ്കല്പത്തിൻ്റെ കാലത്ത് ബലിഷ്ഠമായി. ഈ ദേശീയത ആന്റി ഇമ്പീരിയലായി രൂപപ്പെട്ട ജനകീയമായ ദേശീയതയെ അകമേ ദുർബലാക്കുകയും ദേശീയതയ്ക്ക് ഏകാത്മകമായൊരു സവർണ സ്വരൂപം ആ ഘട്ടത്തിൽ തന്നെ കൈവരികയും ചെയ്തു. 990കളോടെ ദേശീയതയുടെ ചരിത്രത്തിലെ 3ാമത്തെ ഘട്ടം രൂപപ്പെടുന്നു. നിയോ ലിബറലിസം വരുന്നു. നിയോ ലിബറൽ യുക്തി ദേശീയതയുടെ രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ സമ്പൂർണമായി കൈയൊഴിയുന്നു. ആന്റി ഇമ്പീരിയലിസം അവസാനിക്കുന്നു. ഇന്ന് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സൈനിക പങ്കാളിയായി ഇന്ത്യ മാറി. ഇസ്രായേൽ എന്ന രാജ്യം നരകത്തിന്റെ വാതിലുകൾ തുറന്നു വരുന്നു എന്ന് കരുതിയ ഒരു കാലത്ത് നിന്ന് നമ്മുടെ ഏറ്റവും വലിയ സൈനിക പങ്കാളിയായി ഇസ്രായേൽ മാറി. ഇതിപ്പോൾ മാറിയതൊന്നുമല്ല കേട്ടോ. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങിയത് കുറെ മുമ്പാണ്. 1.25 പതിറ്റാണ്ട് മുമ്പേ തുടങ്ങിയത്. അതിപ്പോൾ പൂർത്തിയിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ദേശീയതയുടെ ഉള്ളടക്കം മാറി. ജനകീയവും സാമ്രാജ്യവിരുദ്ധവുമായ ഏകതാബോധം കൊണ്ട് കൂട്ടിയണക്കപ്പെട്ട മനുഷ്യർ
ആ ഏകതാബോധം സമ്പൂർണമായി നഷ്ടപ്പെട്ടവരായി. ആ ഏകതാബോധം നഷ്ടപ്പെടുകയും ആ ശൂന്യസ്ഥലത്തേക്ക് ഹിന്ദുത്വത്തിൻ്റെ സാംസ്കാരിക ദേശീയതാ യുക്തി കടന്നു കയറുകയും ചെയ്തു. അതുകൊണ്ട് സാമ്രാജ്യവിരുദ്ധമായ ജനകീയമായ ബഹുത്വത്തിൻ്റെ ദേശീയതാ യുക്തിയെ കൈയൊഴിയുന്ന ഭരണകൂടം പകരം അവിടേക്ക് സാംസ്കാരിക ദേശീയത എന്ന മറവിൽ ഹിന്ദുത്വത്തിൻ്റെ ഫാസിസ്റ്റ് യുക്തിയെ ചേർത്ത് നിർത്തുകയും ഒരുപക്ഷെ തങ്ങൾ തന്നെ സ്വയം ഈ ഹിന്ദുത്വത്തിൻ്റെ നടത്തിപ്പുകാരായി മാറിത്തീരുകയും ചെയ്തു. 90കളോടെ അതാരംഭിച്ചു. 1949 ഡിസംബർ 28 രാത്രിയാണ് ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം ആദ്യമായി പൊട്ടിമുളച്ചത്. നെഹ്റുവിനോട് അന്നത്തെ UP മുഖ്യമന്ത്രി ചോദിച്ചു, പണ്ഡിറ്റ്ജി ഒരു വിഗ്രഹം വന്നിരിക്കുന്നു, എന്ത് ചെയ്യണം? നെഹ്റു പറഞ്ഞു, അതെടുത്ത് സരയുവിൽ ഒഴുക്കണം. സരയുവിൽ ഒഴുക്കണം. അത് അദ്ദേഹം പറയുന്നുണ്ട്, അത് ചെയ്തില്ലെങ്കിൽ ഭാവിയിലെ വൻ വിപത്ത് അവിടെ നിന്നായിരിക്കും. നെഹ്റു 49 പറഞ്ഞതാണ്. അച്യുത് പട്വർദ്ധൻ അയോധ്യയിലെ സീറ്റ് രാജിവെച്ച് സോഷ്യലിസ്റ്റായി മത്സരിക്കുന്ന കാലമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് കരുതിയതുകൊണ്ട് GB പന്ത് തൽക്കാലം നെഹ്റു പറഞ്ഞത് കേട്ടില്ല. അദ്ദേഹം ആ വിഗ്രഹം പുഴയിൽ ഒഴുക്കിയില്ല. അദ്ദേഹം ബാബറി മസ്ജിദ് അടച്ചുപൂട്ടി. ഒരു തർക്കം തുടങ്ങുന്നു. 1992 ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നു. വേണമെങ്കിൽ ഓർക്കാവുന്ന കാര്യം, 92 ഡിസംബർ 6 രാവിലെ അന്നത്തെ പ്രധാനമന്ത്രിയോട് ചോദിച്ചു, എന്ത് സംഭവിക്കും ഉച്ചയ്ക്ക്? അദ്ദേഹം പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല. ഉച്ചയായപ്പോൾ ബാബറി മസ്ജിദ് ഉണ്ടായില്ല. ഒന്നും സംഭവിക്കില്ല എന്നാ പറഞ്ഞു. പക്ഷെ ഉണ്ടായില്ല. നെഹ്റു അന്ന് പറഞ്ഞു, ഇന്നെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിലെ വൻ വിപത്തിലേക്കായിരിക്കും വഴിവെക്കുക. 2 പ്രധാനമന്ത്രിമാരാണ്. നരസിംഹറാവുവിനെ കുറിച്ച് കണിയാവൂരൻ രാമേന്ദ്രൻ പറഞ്ഞ ഒരു ഫലിതം എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് 13 ഭാഷ അറിയാമെന്നായിരുന്നു. അപ്പൊ കണിയാവൂരൻ പറഞ്ഞത്, അതുകൊണ്ടുണ്ടായ ആകെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 13 ഭാഷയിൽ അദ്ദേഹം മണ്ടത്തരം പറഞ്ഞു എന്നാണ്. നമ്മളൊക്കെ ഒരു ഭാഷ കൊണ്ട് തൃപ്തരാകും. അദ്ദേഹം ഇത്രയും ഭാഷ പറഞ്ഞു. ഞാനിപ്പോൾ നമ്മളും ചോദിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഭാഷയിൽ പറയായിരുന്നില്ലേ പൊളിക്കരുതെന്ന്? ഇത്രയും ഭാഷ അറിയായിരുന്നല്ലോ, ഏതെങ്കിലും ഒരു ഭാഷയിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പൊളിക്കല്ലേ പൊളിക്കല്ലേ എന്ന്. പറഞ്ഞില്ല. മൗനം. ഈ മൗനം പണ്ടുകൊണ്ട് കേട്ടോ. മഹാഭാരതത്തിൽ ഭീഷ്മർ മൗനിയായിട്ടിരിക്കുന്നു, ഉത്തരം പറഞ്ഞില്ല. പറയേണ്ട ഉത്തരം പറഞ്ഞില്ല. ഒരു യുദ്ധമായി. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ദേശീയതയുടെ ഉള്ളടക്കത്തെ ഈ 90കൾക്ക് ശേഷം സംഭവിച്ച മാറ്റം, അതിൻ്റെ സാമ്രാജ്യവിരുദ്ധമായ അടിസ്ഥാനം സമ്പൂർണമായി ശിഥിലീകരിക്കപ്പെടുകയും അവിടേക്ക് ഹിന്ദുത്വത്തിൻ്റെ സാംസ്കാരിക യുക്തികൾ ദേശീയതയുടെ മറവറ്റ് രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. ആ രംഗപ്രവേശം ചെയ്ത ദേശീയതയാണ് ഇന്ന് ഫാസിസ്റ്റ് രൂപമാർജിച്ച് അതിൻ്റെ സമസ്ത പ്രകൃതത്തെയും പ്രകാശിപ്പിച്ചു തുടങ്ങിയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഫാസിസം ദേശീയതയെക്കുറിച്ച് പറയുന്നത്? അല്ലെങ്കിൽ വളരെ ലളിതമായി ചോദിച്ചാൽ, എന്താണ് ഫാഷിസം? ഫാസിസം എന്താന്നുള്ളതിന് മുസോളിനിയുടെ ഒരു ഉത്തരം, പ്രധാനപ്പെട്ട ഉത്തരമാണ്. അദ്ദേഹം പറയുന്നത് ഫാസിസം ഷുഡ് ബി കോൾഡ് കോർപ്പറേറ്റിസം ബിക്കോസ് ഇറ്റ് ഈസ് എ മെർജർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റ്സ്. യഥാർത്ഥമായി ഫാസിസം എന്ന് പറഞ്ഞാൽ അത് കോർപ്പറേറ്റ് മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണമായ ലയനമാണ്. അതിൽ കുറഞ്ഞൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ പുറമേ കാണുന്നത് മാത്രമൊന്നുമല്ല. പശുവിൻ്റെ പേരിലെ കൊല മാത്രമല്ല, മുസ്ലിങ്ങളെ വേട്ടയാടലല്ല. അതിനപ്പുറം എ ടോട്ടൽ മർജർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റ് ക്യാപിറ്റൽ അതുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു കണക്ക് മാത്രം പറയാം. 2016-17 ബജറ്റിൽ കോർപ്പറേറ്റുകൾക്ക്, ഇന്ത്യയിലെ 1000-ൽ താഴെ വരുന്ന കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവായിട്ട് നൽകിയിട്ടുള്ളത് 6,11,000 കോടി രൂപയാണ്. 6,11,000 കോടി രൂപ. ഇതേ സമയത്ത് 130 കോടി വരുന്ന ഇന്ത്യക്കാർക്ക് നാനാതരത്തിലുള്ള കൃഷിക്ക്, എണ്ണയ്ക്ക്, വളത്തിന്, വിദ്യാഭ്യാസത്തിന്, സമസ്ത കാര്യങ്ങൾക്കും വേണ്ടി നീക്കി വെച്ചിട്ടുള്ള സബ്സിഡി 2,35,000 കോടി രൂപയാണ്. 6,11,000 കോടി രൂപ കോർപ്പറേറ്റ് ടാക്സ് ഇളവ് നൽകുന്ന ഒരു ഭരണകൂടം 130 കോടി മനുഷ്യരുടെ ജീവസന്ധാരണത്തിന് 2,35,000 കോടി രൂപ നീക്കി വയ്ക്കുമ്പോഴും നാം അതറിയാതിരിക്കുന്നു എന്നതിലാണ് ഫാസിസത്തിന്റെ വൻ വിജയം. കാരണം നമുക്കറിയാൻ ഗോരക്ഷയുണ്ട്, നമുക്കറിയാൻ കൂട്ടക്കൊലകളുണ്ട്, നമുക്കറിയാൻ അമർത്യാസനെ കുറിച്ചുള്ള ചർച്ചയുണ്ട്, പലതുമുണ്ട്. മൂലധനം നമ്മെ സമ്പൂർണമായി വിഴുങ്ങും. മൂലധനം ഭരണകൂടമായി തീരും. മൂലധനത്തിൻ്റെ സാർവത്രികമായ ആധിപത്യമായി ഭരണകൂടാധിപത്യം മാറിത്തീരുകയും ചെയ്യും. എ ടോട്ടൽ മെർജർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റ് ക്യാപിറ്റൽ
എന്നത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഫാസിസ്റ്റ് ദേശീയത പറയുന്നൊരു കാര്യം, അത് ദേശത്തെയും ഭരണകൂടത്തെയും ഒന്നായി കാണുന്നു, ദേശത്തെയും അതിർത്തിയെയും കൂട്ടിക്കെട്ടുന്നു, ഭരണകൂട വിമർശനത്തെ ദേശവിമർശനമായി കാണുന്നു. വാസ്തവത്തിൽ നോക്കൂ, ഈ രാജ്യം എന്ന് പറയുന്നത്, ഈ ദേശം എന്ന് പറയുന്നത് പിൽക്കാലത്ത് അതിൽ രൂപപ്പെട്ട, ഈ രാജ്യമെന്നത് പിൽക്കാലത്ത് രൂപപ്പെട്ട ഒരു ദേശമല്ല. ഈ ദേശമെന്നത് പിൽക്കാലത്ത് രൂപപ്പെട്ട അതിർത്തിയല്ല, ദേശരാഷ്ട്രമല്ല. ദേശരാഷ്ട്രം എന്ന് പറയുന്നത് ഭരണകൂടമല്ല, ഭരണകൂടം എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ല. ഇത് വളരെ വേറെ വേറെ കാര്യങ്ങളാണ്. നൂറ്റാണ്ടുകളായി ജീവിച്ചുണ്ടാക്കിയ ഒരു ജീവിതക്രമത്തിന്റെ ആധാരമായ ഒന്നിനെയാണ് നാം ദേശം എന്ന് പറയുന്നത്. ആ ദേശത്തിൽ ആധുനിക ഘട്ടത്തിൽ ഉയർന്നു വന്ന ഭരണ സംവിധാനത്തെയാണ് ദേശരാഷ്ട്രം എന്ന് പറയുന്നത്. ആ ദേശരാഷ്ട്രത്തിന്റെ ഭരണകൂടത്തെ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ആ സ്റ്റേറ്റ് ഭരിക്കാനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നിനെ സർക്കാർ എന്ന് വിളിക്കുന്നു. ഇത് നാല് കാര്യങ്ങളാണ്. ഫാസിസ്റ്റുകൾ പക്ഷെ പറയുക, ഭരണകൂടം സർക്കാർ ഭരണകൂടമാണ്, ഭരണകൂടം ദേശരാഷ്ട്രമാണ്, ദേശരാഷ്ട്രം ദേശമാണ്. അതുകൊണ്ട് സർക്കാരിനെ വിമർശിച്ചാൽ നിങ്ങൾ ദേശദ്രോഹിയായിത്തീരുന്നു, രാജ്യദ്രോഹിയായിത്തീരുന്നു. അങ്ങനെ ദേശത്തെയും ദേശരാഷ്ട്രത്തെയും ഭരണകൂടത്തെയും സർക്കാരിനെയും ഒന്നാക്കി മാറ്റി സർക്കാരിനെ വിമർശിക്കുന്നവർ രാഷ്ട്രത്തെ വിമർശിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഫാസിസം എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത്. ഇന്ന് രാജ്യദ്രോഹം എന്ന മുദ്രാവാക്യം ഇന്ത്യയിലെമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂട ശക്തികൾ, അക്രമോത്സുക വർഗീയതയുടെ ശക്തികൾ ഈ ആശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കമായിട്ടല്ല, ഫാസിസത്തിന്റെ പടപ്പുറപ്പാടാണത്. ഫാസിസം രാഷ്ട്രത്തെ ഭരണകൂടമാക്കി, ഭരണകൂടത്തെ ഗവൺമെന്റാക്കി, ഗവൺമെന്റിനെ അവസാനത്തെ നേതാവാക്കി മാറ്റും. അവസാനത്തെ നേതാവ് വരുന്നു, വലിയ നേതാക്കൾ വരുന്നു. ആ വലിയ നേതാക്കൾ രൂപപ്പെടുന്ന കാലത്ത് വാസ്തവത്തിൽ നാം ചെറിയ മനുഷ്യർ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠാകുലരായി തീരണം. കാരണം ടാഗോർ പറഞ്ഞതുപോലെ മനുഷ്യവംശത്തിന്റെ അവസാനത്തെ ലക്ഷ്യം നിശ്ചയമായും ഒരു രാഷ്ട്രമല്ല, ഒരു ദേശീയതയല്ല. മൈ റെഫ്യൂജീസ് ഹ്യൂമാനിറ്റി. അന്തിമമായി മനുഷ്യവംശം, അത് ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് തുറന്നു കിടക്കുന്ന മനുഷ്യവംശം. ദേശീയതയ്ക്ക് എന്തെങ്കിലും ഒരർത്ഥം ഉണ്ടാവണമെങ്കിൽ അത് നിങ്ങൾക്കപ്പുറമുള്ള മനുഷ്യരെയും നോക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സാഹോദര്യത്തിൻ്റെ വലിയൊരു ശക്തിയായി പ്രവർത്തിക്കുമ്പോഴാണ് എന്നതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ആശയം. ഒരുപക്ഷെ നാം അതിനെ വളരെ കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ സമരത്തിൽ ജയിക്കുമോ എന്നത് പ്രധാനമല്ല. ഈ സമരത്തിൽ ജയിക്കുക എളുപ്പമല്ല, ജയിക്കില്ല എന്നത് പക്ഷേ വളരെ അപ്രധാനമായ കാര്യമാണ്. സമരം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കാരണം മനുഷ്യവംശം ഇതുവരെ എത്തിയത് വിജയികളുടെ ചുമലിലിരുന്നല്ല, പരാജിതരുടെ കണ്ണീർ പുഴയിൽ നീന്തിയാണ്. പരാജിതരെ കൊണ്ടാണ് നാം ഇവിടെ വരെ എത്തിയത്, ജയിച്ചവരെ കൊണ്ടല്ല. അതുകൊണ്ട് വിജയികൾക്കൊപ്പം നിൽക്കാനല്ല, അവസാനത്തെ പരാജിതന് വേണ്ടിയും സംസാരിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യൻ എന്ന സങ്കല്പത്തിന് ബലം ഉണ്ടാവുക. അതുകൊണ്ട് തോൽക്കും എന്നറിഞ്ഞാലും ഈ യുദ്ധത്തിൽ, ഈ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ദേശീയതയുടെ വലിയൊരാവശ്യം. കാരണം ബ്രിട്ടൻ അതിപ്രതാപിയായ കാലത്ത് ആളുകൾ ഗാന്ധിയോട് ചോദിച്ചിരുന്നു, എങ്ങനെ നിങ്ങൾ ഇതിനെ തോൽപ്പിക്കും? ഗാന്ധിജി പറഞ്ഞത്, എൻ്റെ കയ്യിലുള്ള മൂല്യം സത്യത്തിൻ്റെ, ശരിയുടെ, ധാർമ്മികതയുടെ, മനുഷ്യത്വത്തിൻ്റെതാണ്. അതിന് തോൽക്കാൻ കഴിയില്ല, തോറ്റുകൂടാ. അതുകൊണ്ട് ഇപ്പൊ തോൽക്കോ ഇല്ലെന്നുള്ളത്, ജയിക്കോ ഇല്ലെന്നുള്ളത് നിർണായകമായൊരു പ്രശ്നമല്ല, സമരം ചെയ്യുക എന്നുള്ളതാണ് നിർണായകമായ പ്രശ്നം. നമസ്കാരം.